അഷ്ടമ സ്കന്ധത്തിലാണ് പാലാഴി മഥനം എന്ന ഭഗവാന്റെ ഭീമമായ ലീല വർണ്ണിക്കുന്നത്. അപ്പോൾ ആ പാലാഴി മഥനം നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എത്രയോ കാലങ്ങൾക്ക് മുമ്പാണ്. അങ്ങനെ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഈ പാലാഴി മഥനം എന്ന എത്രയോ കാലങ്ങൾക്ക് മുമ്പ് നടക്കുന്ന ഈ പാലാഴി മഥനം എന്ന ലീലയാണ് ഇന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കാലം എത്ര കഴിഞ്ഞാലും അതിൻ്റെ ആ മഹിമ എന്ന് ചെയ്യുന്നില്ല, ഒട്ടും കുറയുന്നില്ല എന്നർത്ഥം. പാലാഴി മഥനം എന്ന ഭഗവാന്റെ ദിവ്യമായ ലീലയുടെ മഹിമ ഇന്നും ഒട്ടും കുറയുന്നില്ല എന്നർത്ഥം. ആ പാലാഴി മഥനത്തിൽ ഭഗവാൻ അജിതൻ എന്നുള്ള പേരിലാണ് ഭഗവാൻ അവതരിക്കുന്നത്. ആ ഭഗവാന്റെ പേരാണ് അജിതൻ. അങ്ങനെ അജിതൻ എന്ന് പറയുന്ന ആ ഭഗവാനെ അന്ന് ദേവന്മാരെല്ലാവരും എന്ത് ചെയ്തു? ആദ്യമായിട്ട് സ്തുതിക്കുകയാണ്. എല്ലാ ദേവന്മാരും, ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും ആ ഭഗവാന്റെ മുന്നിൽ ചെന്ന് ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. തത്ര അദൃഷ്ടസ്വരൂപായ, ഇതിനു മുമ്പ് ആരും ആരെ കണ്ടിട്ടില്ല? ഈ അജിതൻ എന്ന് പറയുന്ന ഭഗവാനെ അവരാരും കണ്ടിട്ടില്ല. അദൃഷ്ടസ്വരൂപായ ശ്രുതപൂർവായ വൈ വിഭോ. ശ്രുതപൂർവായ പറഞ്ഞാൽ എന്താ അർത്ഥം? മുമ്പ് ആ ഭഗവാനെ പറ്റി ഇവർ കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ അവർ ഭഗവാന്റെ രൂപത്തെ അവരെന്ത് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. സ്തുതിമബ്രോധ ദൈവീഭിഹി ഗീർഭിഹി അപഹിതേന്ദ്രിയ. ഇന്ദ്രിയങ്ങളൊക്കെ നല്ലതുപോലെ അടക്കി വെച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഭഗവാനെ സ്തുതിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സ്തുതി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്ദ്രിയങ്ങളൊക്കെ നല്ലതുപോലെ അടക്കിയിട്ട് വേണം നമ്മൾ ഭഗവാനെ സ്തുതിക്കാൻ. സ്തുതിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ഭഗവാന്റെ ഏതൊരു സാധന ചെയ്യുമ്പോഴും നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും അടക്കി വെച്ചിട്ട് വേണം നമ്മൾ ആ സാധനകളിലൊക്കെ പങ്കെടുക്കാൻ. രണ്ട് തരത്തിൽ ഭക്തിയുണ്ട് എന്നതിനെയും മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞു. ഒന്ന് സാധനാഭക്തിയാണ്, പിന്നെ സാധ്യഭക്തിയാണ്. അപ്പോൾ പാലാഴി മഥനം മുഴുവൻ കേട്ട് കഴിയുമ്പോൾ നമുക്കത് രണ്ടും മനസ്സിലാവും. സാധനാഭക്തി എന്താണെന്ന് മനസ്സിലാവും. ആ സാധനാഭക്തി കൊണ്ട് എത്തിച്ചേരേണ്ട സാധ്യഭക്തി എന്താണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ സ്തുതിമബ്രോധ ദൈവീഭിഹി ഗീർഭിസ്തവഹിതേന്ദ്രിയ. എല്ലാ ഇന്ദ്രിയങ്ങളെയും നല്ലതുപോലെ അടക്കിയിട്ടാണ് ഈ ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും ആ ഭഗവാനെ സ്തുതിക്കുന്നത്. വളരെ മനോഹരമായൊരു സ്തുതിയാണ് പാലാഴി മഥനത്തിൻ്റെ ആ ഭാഗത്ത് കാണുന്ന സ്തുതി. അപ്പോൾ ബ്രഹ്മാവ് പറയുന്നു, അവിക്രിയം സത്യമനന്തമാദ്യം ഗുഹാശയം നിഷ്കളം അപ്രതർക്യം മനോഗ്രയാനം വജസാനിരുക്തം നമാമഹേ ദേവപരം വരേണ്യം. അതാണ് ആ സ്തുതിയിലെ ഒന്നാമത്തെ മന്ത്രം. ഈ ഭഗവാനെ പറ്റി പറയുകയാണ്. നമാമഹേ ദേവപരം വരേണ്യം. ഞങ്ങളെല്ലാവരും ദേവന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ആ ഭഗവാനെ നമസ്കരിക്കുന്നു. ആ ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? അവിക്രിയനാണ്. അവിക്രിയൻ എന്ന് പറഞ്ഞാൽ എന്താ? യാതൊരു തരത്തിലുള്ള വികാരങ്ങളും ആരെ ബാധിക്കുന്നില്ല? ഭഗവാനെ ബാധിക്കുന്നില്ല എന്നർത്ഥം. അത് 8ാമത്തെ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായമാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ പുസ്തകങ്ങൾ ഒരു വേണേൽ നോക്കിക്കോളൂ. 8ാമത്തെ സ്കന്ധത്തിലെ 5ാമത്തെ അധ്യായത്തിൽ കുറച്ചുകൂടെ മുന്നോട്ട് വന്നാൽ 25 കഴിഞ്ഞ് 26ാമത്തെ ശ്ലോകം കാണാം. ആ സംഖ്യ അവിടെ എഴുതിയിട്ടുണ്ടോ? അപ്പോൾ ആ ശ്ലോകസംഖ്യ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വലത് ഭാഗത്ത് എഴുതിയിട്ടുണ്ടോ? 8ാമത്തെ സ്കന്ധം എടുക്കുക, 5ാമത്തെ അധ്യായം എടുക്കുക. അപ്പം അതിലെ സംഖ്യകൾ ഇങ്ങനെ ക്രമത്തിൽ 1, 2, 3 എഴുതിയിട്ടുണ്ടാവും. അതിൽ 26ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പാരായണം ചെയ്തത്. അവിക്രിയം സത്യം അനന്തം ആദ്യം. അവിക്രിയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാന് വികാരങ്ങളൊന്നുമില്ല എന്നർത്ഥം. അപ്പം നേരത്തെ ഗജേന്ദ്രമോക്ഷം പറയുന്ന സമയത്ത് ഭഗവാനെ പറ്റി പറഞ്ഞു. ആ ഭഗവാനെ ബ്രഹ്മമെന്ന് പറയുന്നു. ഭാഗവതം പറയുന്നത് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ. ഭഗവാനെ 3 ശബ്ദങ്ങളെ കൊണ്ടാണ് ഭാഗവതം പറയുക. ഒന്നുകിൽ ബ്രഹ്മമെന്ന് പറയും, അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയും. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. ചിലപ്പോൾ ഭഗവാൻ എന്ന് പറയും, ചിലപ്പോൾ ബ്രഹ്മമെന്ന് പറയും, ചിലപ്പോൾ പരമാത്മാവ് എന്ന് പറയും. അത് 3 ഒന്ന് തന്നെയാണ്. അപ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ അല്ലെങ്കിൽ പരമാത്മാവിൻ്റെ ഒരു പ്രത്യേകതയാണത് അവിക്രിയമാണ്. അവിക്രിയം എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള വികാരങ്ങളും ആരെയും ബാധിക്കുന്നില്ല, ഈ പരമാത്മാവിനെ ബാധിക്കുന്നില്ല. പിന്നെ പറയുന്നു സത്യമാണ്. ആ ഭഗവാൻ സത്യമാണെന്ന് പറയാം. ഭാഗവതം തുടങ്ങുന്നത് സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടാണ്. ഭാഗവതം അവസാനിക്കുന്നതും സത്യം പരം ധീമഹി എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ പരമമായ സത്യമാണ് ആര്? ഭഗവാൻ. സത്യം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഉള്ളത് എന്ന് അർത്ഥമുണ്ട്. പിന്നെ പറയുന്നു അനന്തമാണ്. അനന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന് അവസാനമില്ല എന്നർത്ഥം.
ഭഗവാൻ അവസാനമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്നതിനൊന്നും ഒരു അർത്ഥമില്ല. അതുകൊണ്ട് എല്ലാ വേദാന്ത ശാസ്ത്രങ്ങളിലും പറയും ആ ഭഗവാൻ സത്യമാണ്, അനന്തമാണ് എന്ന് പറയും. അതുകൊണ്ട് ഭഗവാൻ അവസാനമില്ലാത്ത തത്വമാണ് എന്നർത്ഥം. പിന്നെ പറയുന്നു ആദ്യമാണ്. ആദ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഈ പ്രപഞ്ചമുണ്ടാകുന്നതിന് മുമ്പും ആരുണ്ട്? ഭഗവാനുണ്ട് എന്നർത്ഥം. അതുകൊണ്ട് സത്യമാണ്, അനന്തമാണ്, ആദ്യമാണ്. ഗുഹാശയം. ആ ഭഗവാനെ പറ്റി അറിയുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമല്ല. എത്രയോ എത്രയോ രഹസ്യ സ്വഭാവമുള്ളതാണ് ആ ഭഗവാന്റെ ലീലകളെല്ലാം എന്നർത്ഥം. നിഷ്കളനാണ്. നിഷ്കളൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു തരത്തിലുള്ള രൂപവും ആർക്കില്ല? ഭഗവാനില്ല. രൂപമില്ലാത്തത് കൊണ്ടാണ് ഭഗവാനെ എന്ത് പറയുന്നത്? നിഷ്കളം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ മനോഗ്രയാനം, ഒരുപാട് വിശേഷങ്ങൾ പറയുന്നുണ്ട് ആ ശ്ലോകം. മനോഗ്രയാനം എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിൻ്റെയും മുന്നിൽ സഞ്ചരിക്കുന്നയാളാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാവേണ്ടത്? മനസ്സുകൊണ്ട് ഈ ഭഗവാനെ അറിയാൻ പറ്റില്ല എന്നർത്ഥം. മനോഗ്രയാനം പറഞ്ഞാൽ മനസ്സുകൊണ്ട് ഭഗവാനെ അറിയാൻ പറ്റുകയില്ല. കാരണം മനസ്സിൻ്റെ വേഗത പോരാ, അല്ലെ മനസ്സിൻ്റെ സങ്കല്പങ്ങളോ വികല്പങ്ങളോ ഒന്നും പോരാ ആരെ മനസ്സിലാക്കാൻ? ഭഗവാനെ മനസ്സിലാക്കാൻ. വചസ അതിരുക്തം. എന്നാൽ വാക്കുകളെ കൊണ്ട് ഭഗവാനെ അറിയാൻ പറ്റുമോ? വാക്കുകളെ കൊണ്ടും ഈ ബ്രഹ്മം എന്താണെന്ന് പറയാൻ കഴിയില്ല. ഇതെല്ലാം വേദാന്തം, ശുദ്ധമായ വേദാന്തമാണ്. യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ എന്നാണ് ശ്രുതി പറയുന്നത്. ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞ് ഓർമ്മയുണ്ടെന്ന് കരുതും. വേദങ്ങൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? ശ്രുതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതിനും പ്രമാണമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നത് ശ്രുതിയാണ് പ്രമാണമായിട്ട് സ്വീകരിക്കുന്നത്. അപ്പോൾ ആ ശ്രുതിയിൽ പല ഭാഗത്തും പറയുന്നുണ്ട് എന്ത്? ഈ ഭഗവാനെ, ഈ ബ്രഹ്മത്തെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ അറിയാൻ സാധ്യമല്ല. അതിനാണ് ഇവിടെയും പറയുന്നത്. അങ്ങനെയുള്ള ഭഗവാനെയാണ് ഞങ്ങൾ ശരണം പ്രാപിക്കുന്നത്. അങ്ങനെ കുറേ ശ്ലോകങ്ങൾ ഇങ്ങനെ ഭഗവാനെ പറ്റി പറയുന്നുണ്ട്. പിന്നെ കുറച്ചുനാട് കഴിഞ്ഞാൽ നമുക്ക് കാണാം ആ ശ്ലോകങ്ങളിലേക്ക് അവസാനത്തിൽ പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതി, പ്രസീദതാം ബ്രഹ്മ മഹാവിഭൂതി എന്നിങ്ങനെ കുറേ ആവർത്തിച്ചു വരുന്നത് കാണും. മഹാവിഭൂതിയായിരിക്കുന്ന ആ ബ്രഹ്മം, മഹാവിഭൂതി പറഞ്ഞാൽ എന്താ? ബ്രഹ്മത്തിൻ്റെ വിഭൂതികളാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സർവവും. എന്തെല്ലാമാണോ ഈ പ്രപഞ്ചത്തിൽ പ്രതിഭാസങ്ങളുള്ളത്, ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ പ്രതിഭാസങ്ങളും എന്താണ്? ആ ബ്രഹ്മത്തിൻ്റെ വലിയ വലിയ വിഭൂതികളാണ്. അങ്ങനെയുള്ള ആ ബ്രഹ്മമെന്ന് പറയുന്ന ആ ഭഗവാൻ പ്രസീദതാം, പ്രസീദതാം പറഞ്ഞാൽ എന്താ? ഞങ്ങളുടെ നേരെ പ്രസാദിക്കണേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്തിനാണ് ഈ ദേവന്മാർ ഭഗവാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? ദുർവാസാവിൻ്റെ ശാപമേറ്റു ആർക്ക്? ദേവന്മാർക്ക്. ആ ദുർവാസാവിൻ്റെ ശാപം എങ്ങനെയാണ് കിട്ടിയത് എന്ന് ഭാഗവതം പറയുന്നില്ല. എങ്ങനെയാണ് ആ ശാപം കിട്ടിയതെന്ന് ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നില്ല. മറ്റു ചില പുരാണങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ഈ വിദ്യാധര സ്ത്രീകൾ ഒരിക്കൽ ഒരു മാല ഈ ദുർവാസാവിന് സമർപ്പിച്ചു. അപ്പോൾ ദുർവാസാവ് ആ മാലയെടുത്തിട്ട് എന്ത് ആലോചിച്ചു? എനിക്ക് ഈ മാല ആവശ്യമില്ല എന്ന് ആലോചിച്ചു. മാല താല്പര്യമുള്ള ആളാണ് ദേവേന്ദ്രൻ. അങ്ങനെ ആ മാല ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ അത് ഐരാവരത്തിൻ്റെ പുറത്ത് വെച്ചു. ഐരാവരം എന്ന് പറയുന്നത് വലിയൊരു നാൽക്കൊമ്പനാനയാണ്. ആനയുടെ മസ്തകത്തിൽ ഈ മാല വെച്ചപ്പോൾ അതിൽ ധാരാളം ഈ എന്താ പറയുക തേനുണ്ട്, പൂക്കളിലൊക്കെ തേനുണ്ട്. ആ പൂക്കളിൽ തേനുണ്ടാകാൻ വേണ്ടി വണ്ടുകളൊക്കെ പറന്നു വന്നപ്പോൾ ഈ ആനയ്ക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ ആന തുമ്പിക്കൈകൊണ്ട് ആ മാല താഴെയിട്ട് ചവിട്ടി അരച്ചു എന്നൊക്കെ ഒരു കഥ മറ്റു പുരാണങ്ങളിലൊക്കെ കാണാനുണ്ട്. അതാണത്രേ ആരെ ചൊടിപ്പിച്ചത്? ഈ ദുർവാസാവിനെ ചൊടിപ്പിച്ചു. അങ്ങനെ ദുർവാസാവ് കൊടുത്ത മാലയാണല്ലോ ദേവേന്ദ്രൻ ആനയെ കൊണ്ട് ചവിട്ടിപ്പിച്ചു. അതുകൊണ്ടാണ് അത്രേ ഈ ദുർവാസാവ് ശപിച്ചത് എന്ന് മറ്റു പുരാണങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഭാഗവതത്തിൽ ദുർവാസാവിൻ്റെ ശാപം കൊണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതെന്തോ ആവട്ടെ, ഏതായാലും ദേവന്മാർക്ക് എന്ത് വന്നു? അവരുടെ ഐശ്വര്യം മുഴുവനും നഷ്ടപ്പെട്ടു. അവരുടെ ശ്രീ മുഴുവനും നഷ്ടപ്പെട്ടു. ദേവലോകത്ത് ഒരുപാട് ശ്രീയുണ്ട്. ശ്രീകരങ്ങളായ പല വസ്തുക്കളും ദേവലോകത്തുണ്ട്. അതിലൊന്നാണ് ആന. അപ്പോൾ ഈ ശാപം കിട്ടിയപ്പോൾ ആനയെ അവർക്ക്, ഐരാവതം എന്ന് പറയുന്ന ആനയെ അവർക്ക് നഷ്ടപ്പെട്ടു. ദേവലോകത്ത് മാത്രമുള്ളതാണ്. പിന്നെ അവിടെ ഉച്ചൈശ്രവസ് എന്ന് പറയുന്നൊരു കുതിരയുണ്ട്. ഈ ശാപം കാരണം ആ കുതിരയെയും നഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഇഷ്ടംപോലെ കൽപ്പവൃക്ഷങ്ങളുണ്ട്. ആ സന്താനം മുതലായിരിക്കുന്ന എല്ലാ കൽപ്പവൃക്ഷങ്ങളും ദേവലോകത്തുനിന്ന് ഇല്ലാതെയായി. ഇങ്ങനെ എല്ലാ ശ്രീയും ആർക്ക് നഷ്ടപ്പെട്ടു? ദേവന്മാർക്ക് നഷ്ടപ്പെട്ടു. അങ്ങനെ ജരാനരകളൊക്കെ ബാധിച്ചപ്പോഴാണ് ദേവന്മാർ ആ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ആരെ സമീപിക്കുന്നത്? ഭഗവാനെ സമീപിക്കുന്നത്. അപ്പോൾ നമ്മളും അതേ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ആരെയാണ് സമീപിക്കേണ്ടത്? വേറെ ആരെ സമീപിച്ചിട്ട് ഒരു പ്രയോജനം നമുക്ക് കിട്ടില്ല. ഭഗവാനെയാണ് നമ്മൾ സമീപിക്കേണ്ടത്. എന്നിട്ട് അവർ ഭഗവാനോട് പറയുന്നുണ്ട് എന്ത്? പ്രപന്നാനാം ദിദൃക്ഷൂണാം സസ്മിതം തേ മുഖാംബുജം ദരിശയാം.
ഞങ്ങൾക്ക് ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന ആ മുഖാംബുജം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ മുഖമാകുന്ന താമരപ്പൂവ്. മുഖം എങ്ങനെയാണ് താമരപ്പൂവാവുക? മുഖം താമരപ്പൂവാവോ? നമ്മളത് ഭഗവാനെ കാണാത്തത് കൊണ്ടാണ്. ഭഗവാന്റെ തിരുമുഖത്തെ പുരാണങ്ങളിലൊക്കെ ഉപമിക്കുന്നത് നല്ല ഒരു വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂവിനോടാണ്. അപ്പോൾ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂ പോലെ അത്രയും മനോഹരമാണ് ആരുടെ തിരുമുഖം? ഭഗവാന്റെ തിരുമുഖം എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് അത്രയും മനോഹരമായ ആ ഭഗവാന്റെ തിരുമുഖം കാണാൻ എന്തുണ്ട്? ആഗ്രഹമുണ്ട്. ദിദൃക്ഷ എന്നാണ് അതിന് സംസ്കൃതത്തിൽ പറയാം. ദിദൃക്ഷ എന്ന് പറഞ്ഞാൽ ദൃഷ്ടും ഇച്ഛ ദിദൃക്ഷ, കാണുവാനുള്ള ആഗ്രഹം. അപ്പോൾ ബ്രഹ്മാദി ദേവന്മാരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഭഗവാന്റെ സുന്ദരമായിരിക്കുന്ന ആ രൂപം കാണണം എന്ന് ആഗ്രഹമുണ്ട്. ക്ലേശഭൂരി അല്പസാരാണി കർമാണി വിഫലാനി വാ ദേഹിനാം വിഷയാർത്ഥാനാം നരഥൈവ അർപ്പിതം ത്വയി. ഈ സാധാരണ ലോകത്തുള്ള ആൾക്കാരൊക്കെ ദേഹികളൊക്കെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ക്ലേശഭൂരിയാണ്. ക്ലേശഭൂരി പറഞ്ഞാൽ അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഭാഗങ്ങളാണ്. ആ സ്തുതിയുടെ അവസാന ഭാഗത്ത് നോക്കിയാൽ കാണാം, ക്ലേശഭൂരി അല്പസാരാണി കർമാണി വിഫലാനിവ ദേഹിനാം വിഷയാർത്ഥാനാം. വിഷയാർത്ഥന്മാരായ ദേഹികൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എങ്ങനെയുള്ളതാണ്? ക്ലേശഭൂരിയാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾക്കതിനെ കണ്ടുപിടിക്കാം. കുറച്ചൊരു പ്രയത്നം നിങ്ങൾ ചെയ്യേണ്ട. എല്ലാ സംഖ്യയും ഞാനിങ്ങനെ പറഞ്ഞു തന്നാൽ പിന്നെ നിങ്ങൾക്ക് പ്രയത്നം ഉണ്ടാവില്ല. നിങ്ങൾ കുറച്ച് പ്രയത്നിച്ച് കണ്ടുപിടിക്കും. ആ സ്തുതിയുടെ അവസാന ഭാഗത്ത് നോക്കിയാൽ ആ ശ്ലോകം കാണാം. ക്ലേശഭൂരി അല്പസാരാണി പറഞ്ഞാൽ എന്താ? ഈ ലോകത്തിലെ മനുഷ്യർ മിക്കവാറും വിഷയാർത്ഥന്മാരാണ്. പലതരത്തിലുള്ള വിഷയ ചിന്തകളെ കൊണ്ട് ദുഃഖിതരാണ് നമ്മളൊക്കെ. അപ്പം അങ്ങനെയുള്ള വിഷയാർത്ഥന്മാരായ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ക്ലേശഭൂരിയാണ്. ക്ലേശഭൂരി പറഞ്ഞാൽ എന്താ? മനുഷ്യർ ഒരുപാട് കഷ്ടപ്പെടുകയാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട്. എന്നാൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലം എങ്ങനെയുള്ളതാണ്? മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഫലം അല്പസാരമാണ്. അല്പസാരം എന്ന് പറഞ്ഞാൽ എന്താ? കാര്യമായിട്ട് സാരമൊന്നുമില്ല എന്നർത്ഥം. വാസ്തവമാണോ? നിങ്ങൾ അത്രയൊന്നും കടന്ന് ചിന്തിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇതൊരു വാസ്തവമാണ്. ഈ ലോകത്തിലുള്ള വിഷയാർത്ഥന്മാരായ മനുഷ്യരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് കർമ്മങ്ങൾ ചെയ്യണം. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്താൽ അവർക്ക് കാര്യമായിട്ട് വല്ലതും കിട്ടുന്നുണ്ടോ? കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. അല്പസാരാണ്. നിസാരമായ ഒരു സംഗതി കിട്ടാൻ വേണ്ടിയിട്ടാണ് ലോകത്തിലെ ഒട്ടുമിക്കവാറും മനുഷ്യരെന്ത് ചെയ്യുന്നത്? ഒരുപാട് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്യുന്നത് എന്നർത്ഥം. ഇതൊന്ന് നല്ലതുപോലെ മനസ്സിലാക്കണേ. ഇത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് നിസാരമായ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി മനുഷ്യരെന്ത് ചെയ്യരുത്? ആവശ്യമില്ലാതെ കഠിനാധ്വാനം ചെയ്യരുത് എന്നാണ് ഭാഗവതം നമ്മളോട് പറയുന്നത്. നേരെ മറിച്ച് ദേഹിനാം വിഷയാർത്ഥാനാം രഥൈവാർപ്പിതം ത്വയി. നേരെ മറിച്ച് ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലും, ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വളരെ എളുപ്പമാണ്. മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന പ്രയോജനമാണെങ്കിൽ എത്രയോ കൂടുതലാണ്. അപ്പം ഭഗവാനെ നമസ്കരിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഒരു പ്രയാസവും. എന്താ പ്രയാസം? പ്രത്യേകിച്ച് ആയ കാലത്ത് വേണം നമസ്കരിക്കണം എന്നാണ് പറയും. 90 വയസ്സായിട്ട് നമസ്കരിക്കാൻ മെനക്കെട്ടാൽ എന്താ ഉണ്ടാവുക? അത് ഞാൻ പറയാണ്ടല്ലോ മനസ്സിൽ. അപ്പോൾ എപ്പോഴാണ് നമസ്കരിച്ച് ശീലിക്കേണ്ടത്? നമുക്ക് നല്ല ആരോഗ്യമുള്ള കാലത്ത് നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ നമസ്കരിക്കണം. ഒരു പ്രയാസവും. അപ്പോൾ നമസ്കരിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഭഗവാനെ ഒരിക്കൽ നമസ്കരിച്ചാൽ അതുകൊണ്ട് കിട്ടുന്ന ഗുണമാണെങ്കിൽ എത്രയോ കൂടുതലാണ്. നമസ്കരിക്കാൻ പണം ചിലവുണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ. നമസ്കരിക്കാൻ പണച്ചെലവുണ്ടോ? ഇല്ല. പണച്ചെലവൊന്നുമില്ല. സ്ഥലം കൂടുതൽ വേണോ? അതും വേണ്ട. വളരെ ചുരുങ്ങിയ സ്ഥലം മതി അല്ലേ? പിന്നെ അതിന് സമയം അധികം വേണ്ട. വളരെ ചുരുങ്ങിയ സമയം വേണ്ട ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിക്കാൻ. അപ്പോൾ പക്ഷേ ആ ഒരു നമസ്കാരം കൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രയോജനം എത്രയോ കൂടുതലാണ് എന്നർത്ഥം. എന്നിട്ടും ആൾക്കാർ ഈ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പറയുന്ന നമസ്കാരം മുതലായ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടം ആലോചിച്ച് നോക്കുമല്ലേ. നേരെ മറിച്ച് ഭൗതികമായ വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ചു നടക്കുന്ന ആൾക്കാർ നമ്മളോട് ചില നേട്ടങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി പ്രയത്നിക്കാൻ പറയും. എന്നിട്ട് നമ്മൾ ഒരുപാട് പ്രയത്നിക്കും. രാവും പകലും ഇല്ലാതെ പ്രയത്നിച്ചാൽ നമുക്ക് കിട്ടുന്നത് എന്താ? ഇത്തിരിയായ ഒരു കാര്യമാണ് കിട്ടുന്നത്. ഇത് എത്ര പറഞ്ഞാലും ഈ ആധുനിക മനുഷ്യർക്ക് മനസ്സിലാവുകയില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഭാഗവതം കേൾക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞത്. ഏതായാലും നിങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി
ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? കുറഞ്ഞ പ്രയത്നം ഉണ്ടാവുക, കൂടുതൽ നേട്ടം ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ചെയ്യേണ്ടത്? മനസ്സിലാവുന്നുണ്ടോ പറയണത്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ല? കുറഞ്ഞ പ്രയത്നം, വളരെ ചെറിയ പ്രയത്നം ചെയ്യുക. പക്ഷെ അതുകൊണ്ട് കിട്ടുന്നതൊക്കെ എന്തായിരിക്കണം? എത്രയോ വലിയ വലിയ കാര്യങ്ങളായിരിക്കണ്ടേ? ആധ്യാത്മികമായ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. ആധ്യാത്മികമായ സകല പ്രയത്നങ്ങളും ചെറിയ പ്രയത്നം മതി, പക്ഷേ അതുകൊണ്ട് കിട്ടുന്ന ഗുണം എത്രയോ വലുതാണ്. ഇപ്പോൾ ഒരു മാല കെട്ടാൻ വിചാരിച്ചു, വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ മാല കെട്ടാൻ? ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ പറമ്പിലൊക്കെ എന്തെങ്കിലും പൂക്കളുണ്ടാവും, നമ്മുടെ പറമ്പിൽ വാഴയുടെ നാരുണ്ടാവും. അപ്പോൾ ആ വാഴയുടെ നാരെടുത്തുകൊണ്ട് ഒരു പ്രയാസമില്ല. വാഴയുടെ നാരെടുക്കാൻ വല്ല പ്രയാസമുണ്ടോ? പറമ്പിലുണ്ടാവും. ആ വാഴയുടെ നാരെടുത്തു, കുറച്ച് പൂക്കളെടുത്തു, എന്നിട്ട് അതുകൊണ്ടൊരു മാല കിട്ടി ഭഗവാന് ചാർത്താൻ വല്ല പ്രയാസമുണ്ട്? ഒരു പ്രയാസമില്ല. പക്ഷെ അതുകൊണ്ട് കിട്ടുന്ന പ്രയോജനം അതെത്രയാണെന്ന് ലോകത്തിലാർക്കും കണക്കാക്കാൻ കഴിയില്ല. നിങ്ങളൊരു മാല കെട്ടി ഭഗവാന് ചാർത്തിയാലുള്ള പ്രയോജനം എന്താണ്? 2 ഉദാഹരണങ്ങൾ പറഞ്ഞു. ഭഗവാനെ നമസ്കരിക്കണ കാര്യം പറഞ്ഞു, ഭഗവാന് ഒരു മാല കെട്ടി ചാർത്തുന്ന കാര്യം പറഞ്ഞു. അപ്പം എല്ലാ ആധ്യാത്മികമായ കാര്യങ്ങളും വളരെ ചെറിയ പ്രയത്നം മതി, പക്ഷെ അതുകൊണ്ട് കിട്ടുന്ന ഫലം എത്രയോ എത്രയോ വലുതാണെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവർ ഭഗവാനെ വീണ്ടും നമസ്കരിച്ചു. നിർഗുണായ ഗുണേശായ സത്വസ്ഥായ സാമ്പ്രതം. ഭഗവാനെ വീണ്ടും നമസ്കരിച്ചിട്ട് ആ സ്തുതി അവർ അവസാനിപ്പിക്കുകയാണ്. ആ അധ്യായം കഴിയുന്നത് വരെ ആ ബ്രഹ്മാദി ദേവന്മാരുടെ സ്തുതിയാണ്. അപ്പോൾ ശ്രീശുഖ ബ്രഹ്മർഷി ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് ആർക്ക്? പരീക്ഷിത്ത് മഹാരാജാവ്. പരീക്ഷിത്ത് ഈ കഥ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അടുത്ത 6ാമത്തെ അധ്യായം നോക്കിയാൽ കാണാം. ഏവം സ്തുത സുരഗണേഹി ഭഗവാൻ ഹരിരീശ്വര തേഷാം ആവിരഭൂത് രാജൻ. രാജൻ എന്നാരെയാണ് വിളിക്കുന്നത്? പരീക്ഷത്തിനെ വിളിക്കുകയാണ്. അല്ലയോ മഹാരാജാവേ, തേഷാം ആവിരഭൂൽ. ഈ ദേവന്മാരുടെ മുന്നിൽ ആര് പ്രത്യക്ഷപ്പെട്ടു? ഭഗവാൻ ഇങ്ങനെ സ്തുതിച്ച സമയത്ത് പ്രത്യക്ഷപ്പെട്ടു. എങ്ങനെയായിരുന്നു ഭഗവാൻ? സഹസ്രാർക്കോദയദ്വിതി. അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സഹസ്രാർക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? 1000 സൂര്യന്മാരുദിച്ചുയർന്നാൽ എത്ര പ്രകാശമുണ്ടാകുമോ സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു സൂര്യൻ്റെ പ്രകാശം തന്നെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ ഒരു സൂര്യനല്ലേ കണ്ടിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ 1000 സൂര്യന്മാർ ഉദിച്ചുയർന്നാൽ എത്ര ദ്യുതി ഉണ്ടാകുമോ, എത്ര പ്രകാശമുണ്ടാകുമോ അത്രയും പ്രകാശത്തോടെയാണ് ആര് പ്രത്യക്ഷപ്പെട്ടത്? ഗുരുവായൂരപ്പൻ പ്രത്യക്ഷപ്പെട്ടത്. കാര്യം മനസ്സിലായല്ലോ അല്ലേ? സഹസ്രാർക്കോദയദ്വിതി. 1000കണക്കിന് അർക്കന്മാരുടെ സൂര്യന്മാരുടെ ദ്വിതി പറഞ്ഞ പ്രകാശമുണ്ടായിരുന്നു ഭഗവാന്. എന്നിട്ട് തേനൈവ മഹസാ സർവേ ദേവാഹ പ്രതിഹതേക്ഷണാഹ. കണ്ണഞ്ചി പോവാന്നൊക്കെ പറയില്ലേ നമ്മൾ മലയാളികൾ? പ്രതിഹതേക്ഷണാഹ പറഞ്ഞാൽ അതാർത്ഥം. അവർക്ക് ആ ഭഗവാന്റെ പ്രഭ കണ്ടിട്ട് പ്രതിഹതേക്ഷണ പറഞ്ഞാൽ എന്താ? ശരിക്കും കണ്ണഞ്ചിക്കാൻ, അങ്ങോട്ട് നോക്കാൻ പറ്റുന്നില്ല ഭഗവാന്റെ ആ തേജസ് കൊണ്ട്. നാപശ്യൻ ഘം ദിശക്ഷോണിം ആത്മാനം ച കുതോ വിഭം. അപ്പോൾ അവർക്ക് ആകാശമോ ദിക്കുകളോ ഭൂമിയോ ഒന്നും കാണാൻ കഴിഞ്ഞില്ല ആ പ്രകാശത്തിൻ്റെ വലിപ്പം കൊണ്ട്. പിന്നെ ആത്മാനം ച കുതോ വിഭം. വിരിഞ്ചോ ഭഗവാൻ ദൃഷ്ട്വാ സഹ ശർവേണ താം തനും. ശർവൻ പറഞ്ഞാൽ ശിവനാണ്. അപ്പോൾ സ്തുതിക്കാൻ ആരും ഉണ്ടായിരുന്നു? ശിവനുണ്ടായിരുന്നു, ബ്രഹ്മാവുണ്ടായിരുന്നു. അവർ കണ്ട ഭഗവാന്റെ സ്വരൂപത്തെയാണ് 3, 4, 5, 6 മുതലായ ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞു ഞങ്ങൾ ഭഗവാനെ പറ്റി കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? അവരോടുള്ള കരുണ കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? തൻ്റെ സുന്ദരമായ രൂപം ആർക്ക് കാണിച്ചു കൊടുത്തു? എല്ലാ ദേവന്മാർക്കും കാണിച്ചു കൊടുത്തു. ബ്രഹ്മാവിന് ശിരസ് 4ആണ്. 4 ശിരസ്സാകുമ്പോൾ ബ്രഹ്മാവിന് എത്ര കണ്ണുകളുണ്ടാവും? 4 ഗുണം 2 സമയം 8 കണ്ണുണ്ടാവില്ലേ? ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ശിവൻ എത്ര കണ്ണുകളുണ്ട്? 3 കണ്ണോ? അതാരാ പറഞ്ഞത്? ശിവൻ എത്ര തലയുണ്ട്? തലയില്ലേ? ശിവൻ എത്ര തലകളുണ്ട്? 5 തലകൾ. എത്രയുണ്ട്? 5 ശിരസ്സുണ്ട് എന്നാ പറയുക ശിവൻ. അപ്പോൾ ഒരു ശിരസ്സിൽ 2 കണ്ണ് കൂട്ടാം. അപ്പോൾ എത്ര കണ്ണുകളുണ്ടാവും? 5 ശിരസ്സാണ് ശിവനുള്ളതെങ്കിൽ ഓരോരോ ശിരസ്സിലും 2 കണ്ണാണ് ഉള്ളതെങ്കിൽ ശിവൻ എത്ര കണ്ണുകൾ ഉണ്ടാവണം? 5, 2, 10 കണ്ണുണ്ടാവും. പിന്നെ ഒരു 3ാമത്തെ കണ്ണുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഏതായാലും കുറേ കണ്ണുകളുണ്ട് ശിവന്. അപ്പം ഇങ്ങനെയുള്ള ശിവനും അതുപോലെ സാക്ഷാൽ ബ്രഹ്മാവും ആരെ കണ്ടു? ഭഗവാന്റെ സുന്ദരമായ രൂപത്തെ കണ്ടു. ഇനി ആ രൂപത്തെയാണ് വർണ്ണിക്കുന്നത്. നോക്കൂ. സ്വച്ഛാം മരകതശ്യാമാം കഞ്ചഗർഭാരുടെ ക്ഷണാം
തപ്ത ഹേമാവതാതേന ലസൽ കൗശേയ വാസസ. എന്തൊരു ഭംഗിയായിരുന്നു ഭഗവാനെ കാണാനല്ലേ. അപ്പം നിങ്ങളുടെ ഉള്ളിലൊരു കൊതി ഉണ്ടാവണം. ഇവിടെ ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി വന്ന, സപ്താഹം കേൾക്കാൻ വന്ന നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിൽ ഭഗവാനെ കാണണം എന്നുള്ള ഒരു ദിദൃക്ഷ ജനിക്കണം. ഈ സപ്താഹം കൊണ്ട് അങ്ങനെ ഒരു ദിദൃക്ഷയുണ്ടായാൽ നിങ്ങൾ വിജയിച്ചു എന്ന് പറയാം. ദിദൃക്ഷ പറഞ്ഞാൽ എന്താ? നേരത്തെ പറഞ്ഞു തന്നു, ദൃഷ്ടും ഇച്ഛ. ഭഗവാന്റെ സുന്ദരമായ രൂപത്തെ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് കാണണം 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 കാണണം. എന്തായാലും എനിക്ക് ഭഗവാന്റെ രൂപത്തെ കാണണമെന്നുള്ള ഒരു അതിയായ അഭിനിവേശം എവിടെ ഉണ്ടാവണം? ശ്രോതാക്കളായ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാവണം. അതിപ്പോൾ ഉണ്ടായോ? എനിക്കറിയില്ല, ഉണ്ടായോ? വെറുതെ അങ്ങനെ കാണണമെന്ന് വിചാരിച്ചാൽ പോരാ. അതാ പറഞ്ഞ അതിയായ അഭിനിവേശം ഉണ്ടാവണം. നിങ്ങൾ ആ ഗുരുവായൂരപ്പൻ്റെ രൂപത്തെ കാണണമെന്ന് വിചാരിച്ച് തലതല്ലിക്കരയണം. അങ്ങനെ തലതല്ലിക്കരയാറുണ്ടോ? ഭഗവാന് വേണ്ടി കരയാറുണ്ടോ? നിസ്സാരമായ ലൗകിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ കരയാറുള്ളത്? അല്ലേ? ഭർത്താവിന് വേണ്ടി കരയും, മക്കൾക്ക് വേണ്ടി കരയും, ധനത്തിന് വേണ്ടി കരയും. ഇനി അതിനൊന്നും വേണ്ടി കരയരുത്. ഇനി ഭർത്താവിന് വേണ്ടിയോ, ബന്ധുക്കൾക്ക് വേണ്ടിയോ, ധനത്തിന് വേണ്ടിയോ, ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ ഇതിനൊന്നും വേണ്ടി ഇനി കരയരുതേ. കാരണം അതൊക്കെ എത്രയോ 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 തുച്ഛങ്ങളായ കാര്യങ്ങളാണ്. ആ തുച്ഛങ്ങളായ നിസ്സാരങ്ങളായ കാര്യങ്ങൾക്ക് വേണ്ടി അല്ല മനുഷ്യൻ കരയേണ്ടത്. മനുഷ്യരായ നമ്മളൊക്കെ കരയേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് മനുഷ്യൻ തലതല്ലി കരയേണ്ടത്. അതാണ് ശരിയായ കരച്ചിൽ. അങ്ങനെ ആരാണോ ഭഗവാനെ കാണണമെന്ന് വിചാരിക്കുന്നത് അവരുടെ മുന്നിൽ ആര് പ്രത്യക്ഷമാവും? സാക്ഷാൽ ഭഗവാൻ പ്രത്യക്ഷമാവും. അപ്പം അന്ന് ദേവന്മാരുടെ മുന്നിൽ ആ ഭഗവാൻ പ്രത്യക്ഷമായി. സ്വച്ഛാം, ഭഗവാനെ പറ്റി ആദ്യമായിട്ട് പറയുന്നത് സ്വച്ഛാം എന്നാണ്. സ്വച്ഛ എന്ന് പറഞ്ഞാൽ എന്താ? നല്ല എന്താ പറയുക, അഴുക്കൊന്നുമില്ല എന്നർത്ഥം. ഭഗവാന്റെ തിരുമേനിയിൽ ദേവന്മാർ നോക്കിയപ്പോൾ എവിടെയും എന്തില്ല, ഒരു ചളിയാവട്ടെ ഒരു പൊടിയാവട്ടെ ഭഗവാന്റെ അംഗോപാംഗങ്ങളിൽ എവിടെയും ആര് കണ്ടില്ല? ദേവന്മാർ. അതെന്താ ആദ്യം തന്നെ പറഞ്ഞത്? ഉണ്ടെങ്കിൽ അതാദ്യം കാണുക അല്ലേ? ആലോചിച്ച് നോക്കൂ, ഒന്ന് ബുദ്ധി കൊണ്ട് ആലോചിച്ച് നോക്കൂ. ഒരാൾ നമ്മളെ മുന്നിൽ വന്നു, അയാളുടെ കയ്യിൻ്റെ മുകളിലോ മുഖത്തോ നിറച്ച് ചളിയുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതല്ലേ ശ്രദ്ധിക്കുക? ശരിയാണോ ഞാൻ പറഞ്ഞത്? എന്താ അദ്ദേഹത്തിൻ്റെ മുഖത്തൊക്കെ ചളിയാണല്ലോ, അല്ലെങ്കിൽ കയ്യിലൊക്കെ ചളിയാണല്ലോ എന്ന് നമ്മൾ പറയില്ലേ? അപ്പോൾ ഒരാളെ കണ്ടാൽ നമ്മൾ സ്വതവേ ആദ്യം ശ്രദ്ധിക്കുക എവിടെയാണ് എന്തോ ചളിയോ പൊടിയോ ഉള്ളത് നോക്കും. എന്നാൽ ഗുരുവായൂരപ്പനോടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദേവന്മാരെല്ലാവരും നോക്കിയപ്പോൾ അവർ പറഞ്ഞു സ്വച്ഛാം. സ്വച്ഛ എന്ന് പറഞ്ഞാൽ എന്താ? ആ ഭഗവാന്റെ തിരുമേനിയിൽ എവിടെയും ഒരു പൊടിയോ ചളിയോ അഴുക്കോ ഒന്നുമില്ല എന്നർത്ഥം. പിന്നെ മരകതശ്യാമ, ഭഗവാന്റെ നിറം എന്തായിരുന്നു? ശ്യാമളവർണ്ണമായിരുന്നു. ഏതുപോലെ? മരകതം എന്ന് പറഞ്ഞ രത്നമുണ്ട്, കണ്ടിട്ടുണ്ടോ? കണ്ടവരാരുണ്ട്? മരകതം കണ്ടവരാരുണ്ട്? മരകതം എന്നും പറയും, മരതകം എന്നും പറയും, രണ്ടും ഒന്ന് തന്നെയാണ്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ മരതകം? കണ്ടിട്ടില്ല അല്ലേ? നല്ല ഭംഗിയാണ് കാണാൻ. ആ മരകതം എന്ന രത്നത്തിൻ്റെ ശ്യാമള വർണ്ണമായിരുന്നു ആർക്ക്? ഭഗവാന്. കഞ്ചഗർഭാരുണേക്ഷണ. ഇതൊക്കെ നിങ്ങൾ ധ്യാനിക്കണേ. ഇന്ന് വീട്ടിൽ പോയിട്ട് രാത്രി എന്ത് ചെയ്യുക? ഈ ഭഗവാനെ ധ്യാനിച്ചു തുടങ്ങുക. കഞ്ചഗർഭാരുണേക്ഷണ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കണ്ണുകൾ. ഈക്ഷണം പറഞ്ഞാൽ കണ്ണാണ്. ആ കണ്ണുകൾക്ക് നല്ല താമരപ്പൂ പോലെ ഭംഗിയുണ്ടായിരുന്നു. കഞ്ചം എന്ന് പറഞ്ഞാൽ താമരപ്പൂവാണ്. ആ താമരപ്പൂവിൻ്റെ ഉൾഭാഗത്തൊരു ചുവപ്പ് നിറം ഉണ്ടാവില്ലേ? താമരപ്പൂ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ? ഈ താമരപ്പൂ കുറേ നേരം നോക്കി നിൽക്കണം. ഒരു 10-16 മണിക്കൂർ നേരം നിങ്ങൾ എന്ത് ചെയ്യണം? വേണം, അല്ലാണ്ട് ഇങ്ങനെ മനസ്സിലാവുക. വെറുതെ 2 മിനിറ്റ് താമര നോക്കിയെന്ന് ഒന്നും മനസ്സിലാവും. ഒരു 16 മണിക്കൂറോ അതിൽ കൂടുതലോ നിങ്ങൾ ആ താമരപ്പൂവിൻ്റെ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധയോടെ നോക്കിയിരുന്നാലേ ആ പൂവ് എങ്ങനെയൊന്നും മനസ്സിലാവില്ല. വെറുതെ താമരപ്പൂ കൊണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. കുറേ നേരം നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവല്ലേ. അപ്പോൾ ആ താമരപ്പൂവിൻ്റെ ഉൾഭാഗത്ത് എന്തുണ്ട്? ഒരു ചുവപ്പ് നിറണ്ട്, ആ ഒരു അരുണ നിറണ്ട്. അപ്പോൾ അതേപോലെ ഭഗവാന്റെ കണ്ണുകൾക്ക് ഒരു അരുണിമ ഉണ്ടായിരുന്നു. അത്ര ഭംഗിയായിരുന്നു എന്ത് കാണാൻ? ഭഗവാന്റെ കണ്ണുകൾ കാണാൻ. തപ്ത ഹേമാവതാതേന ലസൽ കൗശേയ വാസസ. കൗശേയം എന്ന് പറഞ്ഞാൽ പട്ടാണ്. നല്ല ഒന്നാന്തര പട്ടുവസ്ത്രം ആര് ധരിച്ചിട്ടുണ്ട്? ഭഗവാൻ ധരിച്ചിട്ടുണ്ട്. തപ്ത ഹേമാവതാതേന. ഹേമം എന്ന് പറഞ്ഞാൽ സ്വർണ്ണമാണ്. നല്ല സ്വർണത്തിൻ്റെ നിറമുള്ള മനോഹരമായ പട്ടാണ് ആര് ധരിച്ചത്? ഭഗവാൻ ധരിച്ചത്. പിന്നെ പ്രസന്ന ചാരു സർവാംഗിയും. ഭഗവാന്റെ എല്ലാ അവയവങ്ങളും ചാരു എന്ന് ഞാൻ എന്താ അർത്ഥം? മനോഹരമാണ് എന്നർത്ഥം. ഭഗവാന്റെ എല്ലാ അവയവങ്ങളും, കയ്യ്, കാല്, കണ്ണ്, മൂക്ക്,
എല്ലാ അവയവങ്ങളും വളരെ വളരെ മനോഹരമായിരുന്നു. പിന്നെ പ്രസന്നചാരു സർവാംഗിയും, എല്ലാ അവയവങ്ങളും പ്രസന്നമായിരുന്നു. അപ്പോൾ ഭഗവാന്റെ അവയവങ്ങളൊക്കെ പ്രസന്നങ്ങളുമായിരുന്നു, മനോഹരങ്ങളുമായിരുന്നു. സുമുഖിയും, പിന്നെ പറയാണ് ഭഗവാന്റെ മുഖം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സുന്ദര ഭ്രുവം, ഭ്രുവ് എന്ന് പറഞ്ഞാൽ ഇതാണ് എന്താ പറയുക, പുരികക്കൊടിയാണ്. പുരികക്കൊടിയാണ് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യത്തെ നിർണ്ണയിക്കുന്നത് എന്ന് പറയും സാമുദ്രിക ശാസ്ത്രത്തിൽ. അങ്ങനൊരു ശാസ്ത്രമുണ്ട്. സൗന്ദര്യത്തെ പറ്റി നമുക്ക് പഠിക്കേണ്ട ശാസ്ത്രമാണേത്, സാമുദ്രിക ശാസ്ത്രം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല? അങ്ങനെ ഒരു ശാസ്ത്രം, ഗംഭീര ശാസ്ത്രമാണ്. അതിൽ ധാരാളം ശ്ലോകങ്ങളുണ്ട്. ഈ സാമുദ്രിക ശാസ്ത്രം സംസ്കൃതത്തിലുള്ളതാണ്. അപ്പോൾ ആ സാമുദ്രിക ശാസ്ത്രത്തിൽ നമ്മളുടെ സൗന്ദര്യത്തിനെ പറ്റി നമുക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്? ആ ശാസ്ത്രത്തിലുണ്ട്. അപ്പോൾ അതിലൊക്കെ പറയുക, പുരികക്കൊടിയാണ് ഒരു മനുഷ്യൻ്റെ സൗന്ദര്യത്തിൻ്റെ ഒരു പ്രധാന ഘടകം. ഭഗവാന്റെ പുരികങ്ങൾ കാണാൻ സുന്ദരമായിരുന്നു. പിന്നെ മഹാമണി കിരീടേന, ഭഗവാൻ ശിരസിൽ നല്ലതൊക്കെ ധ്യാനിക്കണേ. ഇന്ന് പോയിട്ട് നാളെ ഇല്ല. എൻ്റെ പ്രഭാഷണത്തിൽ നാളെ എന്ന് പറയുന്നൊരു വാക്കേ ഇല്ല. ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് രാത്രി എന്ത് ചെയ്യുക? രാത്രി കുറച്ച് ആഹാരം കഴിച്ചാൽ മതി. എന്നാൽ പിന്നെ ഉറക്കമൊന്നും അങ്ങനെ വരില്ല. അപ്പോൾ രാത്രി കുറച്ച് ആഹാരം കഴിക്കുക. നേരത്തെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞാൽ ആഹാരം കഴിക്കുക. നേരത്തെ ആഹാരം കഴിക്കുക. സന്ധ്യ കഴിഞ്ഞാൽ ഉടനെ ആഹാരം കഴിക്കുക. എന്നിട്ട് രാത്രി കിടന്നുറങ്ങുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യുക? കുറച്ച് നേരം ഭഗവാനെ ധ്യാനിക്കുക. രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ പാലാഴിയ മഥനത്തിൽ പ്രത്യക്ഷമായ ഭഗവാനെ ധ്യാനിച്ചൂടെ? ഇതൊന്ന് ചെയ്യുമോ? നാളെ ഞാൻ വന്ന് ചോദിച്ചാൽ ചെയ്തില്ല എന്നും പറഞ്ഞിങ്ങോട്ട് വരുമോ? അപ്പോൾ എനിക്ക് ദേഷ്യം വരും. സ്വതവേ എനിക്ക് ദേഷ്യം വരില്ല. പക്ഷേ സപ്താഹത്തിൽ എന്തെങ്കിലുമൊക്കെ ശ്രോതാക്കളോട് പറഞ്ഞാൽ അത് ചെയ്യാതെ പിറ്റേ ദിവസം വരുമ്പോൾ എന്ത് വരും? ദേഷ്യം. എന്തിനാണ് ദേഷ്യം വരുന്നത്? എന്തിനാ ചെയ്യാത്തതുകൊണ്ട്? ഒരു കാര്യം പറയാൻ അയാൾ ചെയ്യണ്ടേ? അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? ഈ പാലാഴി മഥനത്തിൽ പ്രത്യക്ഷനായ ഭഗവാന്റെ ഓരോ ഭാഗവും ഞാൻ പറഞ്ഞു തരില്ലേ, കണ്ണെങ്ങനെയാണ്, മൂക്കെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിരുന്ന് ധ്യാനിക്കൂ. ധ്യാനിക്കാനാണ് നിങ്ങൾക്ക് ഈ ശരീരം തന്നത്. ഇത് വെറുതെ കൊണ്ട് നശിപ്പിക്കരുത്. മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുക. ഇതുവരെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ കാര്യങ്ങളും ദയവ് ചെയ്ത് നിർത്തിവെക്കുക. അതൊക്കെ അനാവശ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല. എന്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ലേശഭൂരി അല്പസാരാണി എന്ന് പറഞ്ഞില്ലേ? ഈ നാട്ടുകാർ നമ്മളോട് പറഞ്ഞു തരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യേണ്ടതാണ്. അത് കഷ്ടപ്പെട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിസ്സാരമായ തുച്ഛമായ ചില കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പറയുന്നത് അതൊന്നും ഇനി ചെയ്യണ്ട, നിർത്തിവെക്കുക പരിപാടി. ഇനി നിങ്ങൾ ആരെയാണ് ചെയ്യാൻ പോണത്? ഇനി നമ്മൾ ഭഗവാനെ ധ്യാനിക്കുക, ഭഗവാന്റെ വഴിയിൽ സഞ്ചരിക്കുക. അതല്ലാതെ വേറെ മാർഗമില്ല. മഹാമണി കിരീടേന, ഭഗവാന്റെ നല്ല കിരീടം ധ്യാനിക്കണം. ദേവന്മാർ കണ്ടു. മഹാമണി പറഞ്ഞാൽ എന്താ? രത്നങ്ങളാണ് അല്ലേ? പ്രത്യേകിച്ച് രത്നങ്ങളൊക്കെ പതിച്ചിരിക്കുന്ന ഭഗവാന്റെ കിരീടം കണ്ടു. കേയൂരാഭ്യാം, കേയൂരം തോൾവളകളാണ്. നമ്മളൊന്നും തോളിൽ വളയിടാറില്ല. പക്ഷേ ഗുരുവായൂരപ്പൻ എന്ത് ചെയ്യും? ഇതാണ് തോൾ, ഇവിടെ അങ്ങനെ വള വയ്ക്കും. അപ്പോൾ ഭഗവാന്റെ തോളിലുള്ള വളകളൊക്കെ അവർ കണ്ടു. പിന്നെ കർണാഭരണ നിർഭാത കപോല ശ്രീമുഖാംബുജ, ഭഗവാന്റെ കപോലം. കപോലം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ കവിള് കാണാൻ നല്ല ഭംഗിയായിരുന്നു. കർണാഭരണ നിർഭാതം, കർണാഭരണം പറഞ്ഞാൽ കർണം എന്ന് പറഞ്ഞാൽ എന്താ? കർണം ചെവിയാണ്. ഭഗവാന്റെ ചെവിയിൽ നല്ല കർണാഭരണങ്ങൾ ഭഗവാൻ തൂക്കിയിട്ടിട്ടുണ്ട്. ആ കർണാഭരണങ്ങൾ അങ്ങനെ ശോഭിക്കുന്നുണ്ട്. ഇവിടെ കവിളിൽ ശോഭിക്കുന്നുണ്ട്. അതെങ്ങനെയാണ് കർണാഭരണം കവിളിൽ ശോഭിക്കുമോ? എനിക്ക് മനസ്സിലാവണില്ല. അതാ ഞാൻ നിങ്ങളോട് ചോദിക്കണം. കർണാഭരണം ഇവിടെയല്ലേ തൂക്കിയിടുക? ഇതിവിടെ അങ്ങനെ തൂക്കിയിട്ടാൽ കവിള് ശോഭിക്കുമോ? അതിന് പ്രഭയുണ്ടാവും അല്ലേ? ആ സ്ത്രീകൾക്കാണ് കൂടുതൽ. ഞാൻ കർണാഭരണം അങ്ങനെ അണിയാറില്ല. അപ്പം നിങ്ങൾക്കാവും അത് അറിയാമെന്ന് വയ്ക്കുന്നു. ശോഭിക്കും അല്ലേ? അപ്പം കവിള് ശോഭിക്കാൻ വേണ്ടിയിട്ടാണോ കർണാഭരണം ധരിക്കണത്? ആണോ? എനിക്കറിയാത്തതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് ചോദ്യം. എനിക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഇവിടെ ഏതായാലും ഇവിടെ പറയുന്നു കർണാഭരണങ്ങളെ കൊണ്ട് ഭഗവാന്റെ കഴുത്തിലല്ല കാതിൽ തൂക്കിയിട്ട കർണാഭരണങ്ങളെ കൊണ്ട് ഭഗവാന്റെ കവിള് നല്ലതുപോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ധ്യാനിക്കണേ, അങ്ങനെ തന്നെ ധ്യാനിച്ചോളൂ. പിന്നെ കാഞ്ചി കല്ലാപ വലയ ഹാരനോപുര ശോഭിത. കാഞ്ചി എന്ന് പറഞ്ഞാൽ എന്താ? ഈ അരയിലുള്ള ഈ പട്ടുചേല അത് അഴിഞ്ഞു പോകാണ്ടിരിക്കണ്ടേ? എനിക്ക് തോന്നുന്നതെല്ലാം മിനുസുള്ളതാവില്ലേ? മിനുസുള്ളതാകുമ്പോൾ അഴിയാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അത് അഴിഞ്ഞു പോകാതിരിക്കാൻ ഈ ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തിട്ടുണ്ട്? നല്ലൊരു കാഞ്ചി, നല്ലൊരു അരഞ്ഞാണ് അതിൻ്റെ മുകളിൽ മുറുകെ കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഇനി നൃത്തം ചെയ്താൽ പോലും എന്തഴിഞ്ഞു പോവില്ല?
ഭഗവാന്റെ അരയിൽ കെട്ടിയിരിക്കുന്ന വസ്ത്രങ്ങളൊന്നും അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല ഒരു കാഞ്ചി ഭഗവാന്റെ അരയിലുണ്ട്. പിന്നെ വലയം എന്ന് പറഞ്ഞാൽ വളകൾ, ഭഗവാന്റെ കയ്യിൽ ധാരാളം വളകൾ അണിഞ്ഞിട്ടുണ്ട്. ഹാരം എന്ന് പറഞ്ഞാൽ മുത്തുമാല, എത്ര മുത്തുമാലകളാണ് ഭഗവാൻ കഴുത്തിൽ ചാർത്തിയിരിക്കുന്നത്. നൂപുരം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ കാലിൽ ചിലങ്കയുണ്ട്, അല്ലല്ലേ നൂപുരം എന്ന് പറയാം. സ്വതവേ ഈ കാലിൽ ചിലങ്ക, വളകൾ, മാല, മുത്തുമാല ഇതൊക്കെ പുരുഷന്മാരാണോ സ്ത്രീകളാണോ ധരിക്കാറ്? സ്ത്രീകളല്ലേ? അപ്പം ഇതിപ്പോൾ സ്ത്രീയാണോ? ഞാൻ പറഞ്ഞത് മാറിപ്പോയോ ഗുരുവായൂരപ്പ? ഞാൻ ഈ അർത്ഥം പറഞ്ഞ് മാറിപ്പോയോ? ഒരു സംശയം. ഇതൊക്കെ സ്ത്രീകളല്ലേ സ്വതവേ ധരിക്കുക? അപ്പോഴിവിടെ ആരാ പ്രത്യക്ഷമായി എന്ന് പറഞ്ഞത്? ഗുരുവായൂരപ്പൻ വന്നു എന്നല്ലേ, മഹാവിഷ്ണു വന്നു എന്നല്ലേ പറഞ്ഞത്? പക്ഷെ ഇവിടെ പറയുന്നതൊക്കെ ഈ സ്ത്രീകളുടെ കാര്യമാണല്ലോ, അല്ലേ? അതെന്താ അങ്ങനെ? കാഞ്ചി, കലാപ, വലയ, ഹാര, നൂപുരൊക്കെ അണിഞ്ഞിട്ടത്രേ. ഭഗവാന്റെ പാദത്തിൽ ചിലങ്കയുണ്ട്. സ്വതവേ നമ്മുടെ നാട്ടിലൊക്കെ ചിലങ്ക, പുരുഷന്മാർ ചിലങ്ക കെട്ടാറുണ്ടോ? പള്ളിപ്പോയിലുള്ള പുരുഷന്മാരൊക്കെ നടന്നു വരുമ്പോൾ അങ്ങനെ ഒച്ച അങ്ങനെ കേൾക്കുക, ചിലിം 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 ചിലിം. കണ്ട പതിവുണ്ടോ? കയ്യിലൊക്കെ വള. അപ്പം ചില ആൾക്കാർ വളയൊക്കെ ധരിക്കാറുണ്ടോ, ചെറുപ്പക്കാരൊക്കെ അല്ലേ? അത് സ്വതവേ അങ്ങനെ പതിവില്ല. മാത്രമല്ല ഇവിടെ പദങ്ങൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. സുമുഖിയും അത് സ്ത്രീലിംഗാണല്ലോ. ഞാൻ എപ്പോഴാണ് നോക്കിയത്? സുമുഖിയും എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീലിംഗാണ്. അത് ശരി. അപ്പം ആരാ അത്? എനിക്കെന്നെ മനസ്സിലാവില്ലേ, പിന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? പ്രസന്നചാരു സർവാംഗീം, അതും സ്ത്രീലിംഗത്തിലാണ് പറഞ്ഞത്. മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു, പക്ഷേ പറയുന്നത് മുഴുവനും ഏത് ലിംഗത്തിലാണ്? പുല്ലിംഗത്തിലല്ല, സ്ത്രീലിംഗത്തിലാണ്. പിന്നെതാ കൗസ്തുഭാഭരണാം, സ്ത്രീലിംഗമാണ്. ലക്ഷ്മിയും സ്ത്രീലിംഗമാണ്. വനമാലിനിയും അതും സ്ത്രീലിംഗമാണ്. അപ്പോൾ ആരാപ്പത്? പുരുഷനാണോ സ്ത്രീയാണോ? അത് വേദാന്തം പറയും. ബ്രഹ്മമെന്ന് പറഞ്ഞാൽ ന സ്ത്രീ, ന ഷണ്ടോ, ന പുമാൻ, ന ജന്തു. ഈ ബ്രഹ്മം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരമാത്മാവ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നത് പോലെ പുരുഷനല്ല. അത് പുരുഷനുമല്ല, സ്ത്രീയുമല്ല, ഷണ്ടനുമല്ല, അങ്ങനെയൊന്നുമല്ല എന്നർത്ഥം. അതുകൊണ്ടാണ് ഇവിടെ എല്ലാ പദങ്ങളും ഏതിലാണ് പ്രയോഗിച്ചത്? സ്ത്രീലിംഗത്തിലാണ് പ്രയോഗിച്ചത്. സ്വച്ഛാം അതും സ്ത്രീലിംഗമാണ്. മരകത ശ്യാമാം അതും സ്ത്രീലിംഗമാണ്. ഏതായാലും ഭഗവാൻ വനമാല ചാർത്തിയിരുന്നു. സുദർശനാദിഭിഹി സ്വാസ്ത്രൈഹി, ഭഗവാന്റെ സുദർശനം മുതലായിരിക്കുന്ന ഭൂഷണങ്ങളൊക്കെ മൂർത്തിമദ്ഭിഹി, അവരൊക്കെ രൂപമെടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സുദർശനം സദൈവ ഒരു ചക്രമാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ. ആ ചക്രത്തിൻ്റെ രൂപം ഒഴിവാക്കിയിട്ട് നല്ല ഒരു ദേവൻ്റെ രൂപത്തെ അവിടെ പ്രത്യക്ഷമായി ആരെ സ്തുതിക്കുകയാണ്? ഈ ഗുരുവായൂരപ്പനെ സ്തുതിക്കുകയാണ്. അതുപോലെ ശംഖം എന്ത് ചെയ്തു? ശംഖം കണ്ടിട്ടില്ലേ? ആ ശംഖം എന്താ ചെയ്തത്? തൻ്റെ ആ രൂപം മാറ്റിയിട്ട് ഒരു ദേവൻ്റെ രൂപമെടുത്ത് ഭഗവാന്റെ മുന്നിൽ വന്ന് ഭഗവാനെ സ്തുതിക്കുന്നത് കണ്ടു. ഗദ എന്ത് ചെയ്തു? നല്ലൊരു രൂപമെടുത്ത് വന്നിട്ട് ഒരു ദേവൻ്റെ രൂപത്തിൽ വന്നിട്ട് ആരെ സ്തുതിക്കുന്നുണ്ട്? ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. ഭഗവാന്റെ കയ്യിലൊരു താമരപ്പൂവില്ലേ? ആ താമരപ്പൂവ് തൻ്റെ വേഷമൊക്കെ മാറ്റി നല്ല ഒരു ദേവൻ്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് ആരെ സ്തുതിക്കുന്നുണ്ട്? ഭഗവാനെ. എന്തെല്ലാം അത്ഭുതങ്ങളാണല്ലേ! ഇതൊന്നും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പോഴല്ലേ ഇത് മനസ്സിലായി? ഇവരൊക്കെ രൂപം മാറിയിട്ട് ദേവൻ്റെ രൂപമെടുത്തിട്ട് അവരെല്ലാവരും ആരെ സ്തുതിക്കുന്നത് കണ്ടു? ഭഗവാനെ സ്തുതിക്കുന്നത് കണ്ടു. ആ ഉടനെ ബ്രഹ്മാവ് വിചാരിച്ചൊന്ന് നമ്മൾ സ്തുതിക്കണ്ടേ? അങ്ങനെ ബ്രഹ്മാനി ദേവന്മാർ ആ പ്രത്യക്ഷപ്പെട്ട ഈ അജിതൻ എന്ന് പറയുന്ന ഭഗവാനെ അവർ വീണ്ടും സ്തുതിച്ചു. അപ്പോൾ രണ്ട് സ്തുതിയാണ് പാലാഴി മണ്ഡലത്തിൽ. ഭഗവാൻ പ്രത്യക്ഷമാകുന്നതിന് മുമ്പ് ദേവന്മാർ സ്തുതിച്ചു, ഭഗവാൻ പ്രത്യക്ഷമായി കഴിഞ്ഞപ്പോൾ വീണ്ടും സ്തുതിച്ചു. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അമ്പലത്തിൽ വന്നു നടകണ തുറന്നിരിക്കുകയാണ് അല്ലേ? അമ്പലത്തിൽ വന്ന നടകണ തുറന്നിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സ്തുതി അവിടുന്ന് പാടണ്ടേ? എന്നിട്ട് നിങ്ങൾ പാടിയൊന്ന് ഇവിടെ വന്ന് തിരുമേനിയെ 4 കുറ്റം പറഞ്ഞ് പ്രസാദം വാങ്ങി പോവല്ലേ ഉണ്ടായിട്ടുള്ളൂ? സത്യം പറയണം. അമ്പലത്തിൽ തൊഴാൻ വന്നാൽ ആ ഭഗവാനെ ശ്രീകോല് തുറന്നിരിക്കുമ്പോൾ നമ്മൾ സ്തുതിക്കണ്ടേ? വേണം. അങ്ങനെ ശ്രീകോല് തുറന്നിങ്ങനെ ഇരിക്കുമ്പോൾ അകത്തുനിന്ന് മണി ഇങ്ങനെ കേൾക്കും. അതെന്താ അർത്ഥം? പൂജയാണ് എന്നർത്ഥം. കുറച്ച് കഴിഞ്ഞാൽ ആ തിരുമേനി വാതിലടക്കില്ലേ? വാതിലടയ്ക്കും. അപ്പോഴെന്താ? പ്രസന്ന പൂജ നടക്കുകയാണ്. അപ്പോഴും നമ്മൾ അവിടെ തന്നെ നിന്നിട്ട് എന്ത് ചെയ്യണം? ഭഗവാനെ വീണ്ടും സ്തുതിക്കട്ടെ. ഇപ്പം പ്രത്യക്ഷമാവുന്നതിന് മുമ്പ് സ്തുതിക്കണം, പ്രത്യക്ഷമായി കഴിഞ്ഞാലും സ്തുതിക്കണം. അതൊന്നും നിങ്ങൾ ചെയ്യണില്ല എന്നെനിക്ക് നിങ്ങളെപ്പറ്റി ഒരു ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞാൻ നോക്കി
പല തവണ ഞാൻ അമ്പലത്തിൽ കയറി നോക്കി, ആരെങ്കിലും സ്തുതിക്കുന്നുണ്ടോ? എവിടെ സ്തുതിക്കണോ? അതെന്താ നിങ്ങൾ സ്തുതിക്കാത്തത്? അറിയാഞ്ഞിട്ടാണോ? എന്താ സ്തുതിക്കാത്തത്? അമ്പലത്തിൽ വന്ന് എല്ലാവരും കൂടി ഒരു 10-25 ആൾക്കാർ ഒന്നിച്ചും മുമ്പിൽ വന്ന് നിൽക്കുക. ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ മുന്നിൽ ഒരു 25 ആൾ മുന്നിൽ വന്ന് നിന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും നല്ല ഒരു കീർത്തനെങ്കിലും പാടിക്കൂടെ? എല്ലാ ദിവസവും ഒരു ചൊല്ലിയാൽ വരുന്നവരൊക്കെ പഠിച്ചോളില്ലേ? ഇനി ശ്രീകോവിൽ അടയ്ക്കുകയെന്ന് വിചാരിക്കുക. തിരുമേനി ശ്രീകോവിൽ അടച്ചത് പൂജ കഴിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? തുറക്കുന്നത് വരെ അവിടെ മിണ്ടാണ്ടിരിക്കണേ പകരം എന്ത് ചെയ്യുക? എന്തെങ്കിലും ഒരു നല്ല കീർത്തനം എന്ത് വേണേ ചൊല്ലിക്കോളും. മൂന്നാഷ്ടകം ചൊല്ലിക്കോളും. മൂന്നാഷ്ടകം കേട്ടിട്ടില്ലേ? ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞു തന്നതാണല്ലോ. അപ്പോൾ എല്ലാവരും ഇനി ഇവിടെ ശ്രീകോവിൽ അടയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരും കൂടി മൂന്നാഷ്ടകം ചൊല്ലുക. ആദ്യത്തെ ദിവസം നിങ്ങളെ കടലാസ് നോക്കി ചൊല്ലിക്കോളും. ഒരു 10-12 ദിവസം കടലാസ് നോക്കി ചൊല്ലിയാൽ പിന്നെ നോക്കാതെ ചൊല്ലാനോ. പിന്നെ എല്ലാവർക്കും അതിങ്ങനെ ചൊല്ലാം അല്ലേ? പിന്നെ വരുന്നവരൊക്കെ അത് കേട്ട് പഠിച്ചോളും. മൂന്നാഷ്ടമെങ്കിലും ചൊല്ലിക്കൂടെ? എന്തെങ്കിലും ഒരു അഷ്ടകമോ ഏതെങ്കിലും ഭാഗവതത്തിൽ ഏതെങ്കിലും സ്തുതി ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഇവിടെ ഈ ഭഗവാനെ തൊഴുന്ന ദിവസം സ്തുതിച്ചൂടെ? ഒരു 10 ആൾ ഭഗവാന്റെ മുമ്പ് സ്തുതിക്കുക. അപ്പോൾ വരുന്നവരൊക്കെ അങ്ങനെ കേൾക്കുന്നത് എന്താ പോയി ചെല്ലണത്? അയ്യോ എനിക്കിത് അറിയില്ലല്ലോ. അപ്പോൾ അവർക്കും അത് പഠിക്കണം തോന്നും. അപ്പോൾ അവരും അത് പഠിച്ചോളും. അത് ചെയ്യണേ. ഏത് സ്തുതി വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചു. ഏത് സ്തുതിയായാലും കുഴപ്പമില്ല, അത് ചെയ്യണം. ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സ്തുതി നമ്മൾ ആ ഭഗവാന്റെ മുന്നിൽ നിന്ന് ആദ്യം ഒരു 10 ആൾ തീരുമാനം എടുക്കുക. 10 ആൾ യോഗം കൂടിയിട്ട്, അതിന് യോഗമൊക്കെ കൂടണോ എനിക്കറിയില്ല. ഒരു 10 ആൾ തീരുമാനിക്കുക. ഇഷ്ടപ്പെട്ടൊരു സ്തുതി നിങ്ങൾ കടലാസിൽ എഴുതി കൊണ്ടുവരും. ആദ്യത്തെ ദിവസമൊക്കെ എന്ത് ചെയ്യുക? കടലാസ് നോക്കി ചൊല്ലിക്കോളും. പിന്നെ കടലാസിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾക്ക് നോക്കാതെ ചൊല്ലാം. ഇപ്പോൾ വരുന്നവരൊക്കെ ഇത് പഠിച്ചോളില്ലേ? ചെയ്യണേ. ഇനി നിങ്ങളിവിടെ വായനയ്ക്ക് എന്നെ വിളിക്കും ചിലപ്പോൾ. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടുന്ന് ഉള്ളിൽ എപ്പോഴും എന്ത് കേൾക്കണം? തൊഴാൻ വരുന്നവരൊക്കെ ഭഗവാനെ സ്തുതിക്കുന്ന ഏതെങ്കിലും സ്തുതി കേൾക്കണം. ഗുരുവായൂരപ്പന് വലിയ ഇഷ്ടമാണ് എന്ത്? സ്തുതിക്കുന്നത്. ഞാൻ ഇന്നേ വരെ കേട്ടില്ല. ഇവിടെ ഞാൻ വന്നിട്ടിപ്പോൾ കുറേ ദിവസമായി ആരും ഒന്നും ചൊല്ലി സ്തുതിക്കുന്നത് കാണും. വെറുതെ അകത്ത് കയറുന്നു, പ്രസാദം വാങ്ങുന്നു, എന്നിട്ട് തിരിച്ചു പോരുന്നു. അതുപോരാ. ഏതായാലും തുഷ്ടാവാം. ഈ ദേവന്മാരെല്ലാവരും ആരെ സ്തുതിച്ചു? ബ്രഹ്മാവൊക്കെയാണ് സ്തുതിക്കുന്നത്. ചില്ലറയൊന്നുമല്ല. ബ്രഹ്മാവ്, ശിവൻ മുതലായ ആൾക്കാരാണ് ആരെ സ്തുതിക്കുന്നത്? ഈ മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നത്. എന്താ അവർ ഭഗവാനെ പറ്റി പറയുന്നത്? കേൾക്കൂ. അവിടെ കുറേ ശ്ലോകങ്ങളുണ്ട് അല്ലേ? എല്ലാ ശ്ലോകങ്ങളും നമുക്കിങ്ങനെ നോക്കാൻ പറ്റില്ലെങ്കിലും ചില ശ്ലോകങ്ങൾ നോക്കാം. അതിനകത്ത് ഒരു ശ്ലോകത്തിൽ പറയുന്നു, യഥാഗ്നിമേധസ്യമൃതം ച ഘോഷു ഭുവ്യന്ന അംബോദ്യമനേ ച വൃത്തിം യോഗേർ മനുഷ്യ അധിയന്തി ഹിത്വാ മുണേഷബുദ്ധിയ കവയോ വദന്തി. ആ ഭഗവാനെ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പരിശ്രമിക്കണം. അതിന് കുറേ ഉദാഹരണങ്ങൾ പറയുകയാണ്. യഥാ അഗ്നിം ഏധസി, 12ാമത്തെ ശ്ലോകം നോക്കിയാൽ കാണാം. യഥാ അഗ്നിം ഏധസി. ഏധസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിറകാണ്. വിറക്. അഗ്നിമേധസി പറഞ്ഞാൽ എന്താ? വിറകിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? തീയുണ്ട് അല്ലേ? വിറകിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? തീയുണ്ട്. ആ വിറകിൻ്റെ ഉള്ളിലുള്ള തീയ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കുറേ കഷ്ടപ്പെട്ടാലേ ഇത് കാണാൻ പറ്റുള്ളൂ. മനസ്സിലായില്ല അല്ലേ? മനസ്സിലായില്ല എന്നെനിക്ക് മനസ്സിലായി. കാരണം നിങ്ങൾ യാഗമൊന്നും കാണാത്തവരാണ്. ഇപ്പം യാഗത്തിൽ എന്താ ചെയ്യുക ചോദിച്ചാൽ, തീ ഉണ്ടാക്കാൻ വേണ്ടി തീപ്പെട്ടി ഉരയ്ക്കില്ല. യാഗം നടക്കുകയാണെങ്കിൽ ആ യാഗശാലയിൽ അരണി വയ്ക്കും. അരണി പറഞ്ഞാൽ മരത്തിൻ്റെ കഷ്ണമാണ്. ഒരരണി താഴെ വയ്ക്കും, ഒരരണി മുകളിൽ വയ്ക്കും, ചിലപ്പോൾ അതിൻ്റെ നടുക്ക് ഒരു അരണി വയ്ക്കും, 2-3 അരണികളൊക്കെ വയ്ക്കും. ഇങ്ങനെ അരണികൾ വെച്ചിട്ട് കടയും. അങ്ങനെ കുറേ നേരം ഈ അരണി കടഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവും? തീയുണ്ട്. അരണി എന്ന് പറഞ്ഞാൽ എന്താ? മരത്തിൻ്റെ കഷ്ണം. അപ്പോൾ ആ മരക്കഷ്ണത്തിനുള്ളിൽ തീ ഉണ്ടായിരുന്നു. ആ മരക്കഷ്ണത്തിനുള്ള തീ പുറത്തേക്ക് വന്നത് കുറേ നേരം പരിശ്രമിച്ചപ്പോഴല്ലേ? അല്ലേ? കുറേ നേരം ആ യാഗത്തിൽ പങ്കെടുക്കുന്ന ആൾക്കാർ കുറേ നേരം അരണി കടയും. കുറച്ച് നേരമൊന്നും പോരാ. ആ കുറേ നേരം അരണി കടഞ്ഞാൽ ആ മരത്തിൻ്റെ ഉള്ളിൽ നിന്ന് തീ അങ്ങോട്ട് വരും, പുറത്തേക്ക് വരും. അതിനാണ് അഗ്നി ജനിപ്പിക്കുക എന്ന് പറയും. അങ്ങനെ അഗ്നി ജനിപ്പിച്ചിട്ടാണ് അവർ യാഗശാലയിൽ തീ ഉണ്ടാക്കുക. അല്ലാണ്ട് എന്തല്ല, തീപ്പെട്ടി വരച്ചിട്ടല്ല എന്നർത്ഥം. അപ്പോൾ യഥാ അഗ്നി ഏധസി. അപ്പോൾ അതിന് ഒരുപാട് പരിശ്രമിച്ചപ്പോൾ എന്തായി? ആ ഉള്ളിലുള്ള തീ അവർക്ക് പ്രത്യക്ഷമായിട്ട് കാണാൻ പറ്റി. അതൊരു ഉദാഹരണം. പിന്നെ പറയുന്നു അമൃതം ച ഘോഷു. അമൃതം ച ഘോഷു പറഞ്ഞാൽ, ഗോ പറഞ്ഞാൽ പശുക്കളാണ്. പശുവിനെ നമ്മൾ വീട്ടിൽ വളർത്തുന്നു. ആ പശുവിൽ നിന്ന് നമുക്ക് അമൃത് കിട്ടും. അതെന്താ? എന്താണ് പശുവിൽ നിന്ന് കിട്ടുന്ന അമൃത്? പശു ഉണ്ടോ വീട്ടിൽ? പശുവിൽ നിന്ന് അമൃത് കിട്ടില്ലേ?
ആ അമൃത് കിട്ടുക പറഞ്ഞാൽ പശുവിനെ കറക്കുക, പശുവിനെ കറന്നിട്ട് പശുവിനെ നോക്കണ്ടേ, എത്ര ബുദ്ധിമുട്ടുണ്ടല്ലേ പശുവിനെ നോക്കാൻ. എന്നിട്ട് അതിന് പുല്ലൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് അപ്പോൾ അതിനെ കറന്നാൽ നമുക്ക് എന്ത് കിട്ടും? പാല് കിട്ടും. പിന്നെ ആ പാലെന്ത് ചെയ്യണം? തിളപ്പിക്കണം. പിന്നെ ആ തിളപ്പിച്ച പാൽ അടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് തൈര് വാങ്ങിക്കൊണ്ടുവരാം. അത് നമ്മൾക്ക് തൈര് ഉണ്ടാവില്ലല്ലോ, ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുമോ? അപ്പോൾ അടുത്ത വീട്ടിലെവിടെയും പോയി തൈര് വാങ്ങിക്കൊണ്ടുവരാം. എന്നിട്ട് ഈ തിളപ്പിച്ച് തണുത്ത ആ പാലെന്ത് ചെയ്യണം? ആ തൈരിലേക്ക് ഒഴിക്കുക. എന്നിട്ട് പിറ്റേ ദിവസം വന്ന് നോക്കിയാൽ അതെന്തായിട്ടുണ്ടാവും? ആ പാലമൊക്കെ തൈരായിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആ തൈര് കടകോലെടുത്തിട്ട് നല്ലതുപോലെ കടയണം. അങ്ങനെ കുറേ നേരം കടകോലുകൊണ്ട് കടഞ്ഞാൽ അതിൽ നിന്ന് എന്ത് കിട്ടും? വെണ്ണ കിട്ടും. എന്നിട്ട് ആ വെണ്ണ നല്ലൊരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ചിട്ട് അതിങ്ങനെ നന്നായിട്ട് ചൂടാക്കിയാൽ ആ വെണ്ണ ഉരുകി ഇരുന്ന് എന്ത് കിട്ടും? നല്ല ഒന്നാന്തരവും. പറയുമ്പോൾ തന്നെ എൻ്റെ വായലിങ്ങനെ അയ്യോ എന്തൊരു സ്വാദല്ല. ആ നെയ്യ് ഇങ്ങനെ ഉരുക്കിയ നെയ്യിന് നല്ല സ്വാദല്ലേ? ആ വെണ്ണ ഉരുക്കിയ എന്ത് കിട്ടും? നല്ല ഒന്നാന്തരം ഉരുക്കിയ നെയ്യ് കിട്ടില്ലേ? അത് ഇത്തിരി ചോറിൽ ഉച്ചയ്ക്ക് ഒഴിക്കുക. എന്നിട്ടാണ് ഊണ് കഴിക്കേണ്ടത്. തിരുമേനിമാർക്കൊക്കെ നിർബന്ധമാണല്ലോ എന്ത്? ഉച്ചയ്ക്ക് ഊണ് കഴിക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന ഈ നെയ്യ് ആദ്യം ആർക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കും? തിരുമേനി ഊണ് കഴിക്കുമ്പോൾ ആദ്യം എന്താ ഒഴിച്ചു കൊടുക്കുക? ഈ നെയ്യാ ഒഴിക്കുക? അല്ലാതെയോ? എല്ലാ തിരുമേനിമാരും അതെ, എല്ലാ ഇല്ലങ്ങളിലും ഊണ് കഴിക്കുമ്പോൾ ആദ്യം എന്താ ഒഴിക്കുക? ആ ചോറിൽ കുറച്ച് നെയ്യ് ഒഴിക്കും. അങ്ങനെ നെയ്യ് ഒഴിച്ചിട്ട് നെയ്യ് കൂട്ടിയിട്ടാണ് ആദ്യം എന്ത് ചെയ്യുക? ആ ചോറിൻ്റെ ഉരുള രണ്ടെണ്ണം കഴിക്കുക. എനിക്ക് നിങ്ങൾ നെയ്യൊന്നും തന്നില്ലല്ലോ. ഇവിടെ വന്നിട്ട് 4 ദിവസമായി. ഞാൻ 1-ാം ദിവസം കിട്ടും വിചാരിച്ചു, കിട്ടിയില്ല. 2-ാം ദിവസം കിട്ടും വിചാരിച്ചു, കിട്ടിയില്ല. 4-ാം ദിവസമായപ്പോഴേക്ക് മനസ്സിൽ തട്ടിപ്പിൻ്റെ പരിപാടിയാണ്. എനിക്ക് നെയ്യ് കിട്ടിയില്ല ഊണ് കഴിക്കുമ്പോൾ. ഗുരുവായൂരപ്പനോട് നെയ്യ് വിളമ്പുണ്ടോ? ഞാൻ ഇങ്ങനെ നോക്കി, ഇന്നലെ നോക്കി കണ്ടില്ല, ഞാൻ നോക്കി കണ്ടില്ല, 9 കണ്ടില്ല. ഇതെന്താ മറന്നു പോണത്? ഇന്നെന്തായാലും വേണേ. മാതൃസമിതിക്കാർ ഉച്ചയ്ക്ക് ഗുരുവായൂരപ്പന് ചോറ് വിളമ്പുമ്പോൾ ആ ചോറിൽ ആദ്യം എന്താ ഒഴിച്ചു കൊടുക്കണം? നല്ല നെയ്യ് ഒരു 1-2 സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ നെയ്യ് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നല്ലോണം ഉരുളയാക്കി കൂടെ. അതൊക്കെ വേണം. ഉച്ചയ്ക്ക് എനിക്ക് കിട്ടുമോ? ആരോട് പറയാനാ അതൊക്കെ? ഇങ്ങനെ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞ്, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഇതൊക്കെ അറിഞ്ഞ് ചെയ്യേണ്ട കാര്യം. എല്ലാ കാര്യവും ഇങ്ങനെ എന്താ പറയുക പറഞ്ഞു തരണം. കുറേയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മളും അതെ ദിവസേന ഊണ് കഴിക്കുമ്പോൾ എന്ത് ചെയ്യണം? ലേശം നെയ്യ് കൂട്ടിയിട്ട് 2 ഉരുള ദിവസേന കഴിക്കണം. ഇതൊക്കെ ഞാൻ പറയാൻ കാരണം അമൃതം ച ഗോഷു, അതാണ് പശുവിൽ നിന്ന് കിട്ടുന്ന അമൃതമാണ് എന്ത്? ഈ നെയ്യ്. മനസ്സിലായോ? അമൃതം ച ഗോഷു എന്ന് പറഞ്ഞാൽ എന്താ? പശുവിൽ നിന്ന് കിട്ടുന്ന അമൃതമാണേത്? ഈ നെയ്യ്. അപ്പോൾ ആഹാരത്തിൽ തീർച്ചയായിട്ടും കുറേ വേണ്ട കേട്ടോ, കുറച്ച് മതി. ഒരു ലേശം നെയ്യ് ദിവസേന എന്തിൽ കൂട്ടണം? ആ ഊണ് കഴിക്കുമ്പോൾ നമ്മൾ കൂട്ടുന്നത് നല്ല, കാരണം അത് അമൃതമാണ്. ഭൂമിയിൽ കിട്ടുന്ന അമൃതമാണ് ഏത്? ഈ നെയ്യ്. പക്ഷെ അത് കിട്ടാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടില്ലേ? ആ നെയ്യ് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരുപാട് പരിശ്രമം. ഇപ്പോൾ 2 ഉദാഹരണം. അരണിയിൽ നിന്ന് തീയുണ്ടാവാൻ വേണ്ടി കുറേ കഷ്ടപ്പെട്ടു. പശുവിൽ നിന്ന് നെയ്യ് കിട്ടാൻ കുറേ കഷ്ടപ്പെട്ടു. ഭൂവ്യന്നം അമ്പോദ്യമനേച്ച വൃത്തിം യോഗേർ മനുഷ്യ അധിയന്തി ഹിത്വാം ഗുണേഷ ബുദ്ധിയ കവയോപദന്തി. എന്താണ് ഇപ്പോൾ പറയണത്? ഇതുപോലെ മനുഷ്യൻ്റെ ഉള്ളിൽ ആരിയ്ക്കുന്നുണ്ട്? ഓരോ മനുഷ്യൻ്റെയും ഹൃദയ ഗുഹയിൽ ആരിയ്ക്കുന്നുണ്ട്? ആത്മസ്വരൂപിയായിട്ട് ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയ ഗുഹയിൽ ആരിയ്ക്കുന്നുണ്ട്? ഭഗവാൻ ഇരിക്കുന്നുണ്ട്. ഭഗവാൻ ഇരിക്കുന്നുണ്ട് പറഞ്ഞാൽ നിങ്ങൾ കണ്ടുപിടിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുവരെ ചെയ്ത നിസ്സാരമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് ആകെ ഒരു ലക്ഷ്യമേ ഉണ്ടാവാവൂ, നിങ്ങളുടെ ഹൃദയത്തിൽ താമസിക്കുന്ന ആ ഭഗവാനെ കണ്ടുപിടിക്കുക. ലേശം മെനക്കെടണം അല്ലേ? വെറുതെ എങ്ങനെ ഇരുന്നാൽ പശുവിനെ നോക്കണം, പശുവിന് പുല്ല് കൊടുക്കണം, അതിന് വെള്ളം കൊടുക്കണം, അതിനെ കുളിപ്പിക്കണം, രാവിലെ നേരത്തെ പോയിട്ട് കറക്കണം. കറന്നുകൊണ്ടുവന്നാൽ നെയ്യായോ? കറന്നാൽ നെയ്യിട്ടില്ല. ഇനി കുറേ മെനക്കെടണം. ഇതുപോലെ നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരനെ കണ്ടെത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം? കുറച്ചൊന്ന് അതിനാണ് സാധനാഭക്തി എന്ന് പറയും. അപ്പോൾ സാധനാഭക്തി എന്താണെന്ന് മനസ്സിലായി. നല്ലതുപോലെ നിങ്ങൾ തല്ലിക്കരഞ്ഞ് ആരെ കാണാൻ കൊതിക്കണം? ഭഗവാനെ കാണാൻ വേണ്ടി നിങ്ങൾ തല്ലിക്കരഞ്ഞാൽ നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭഗവാൻ നിങ്ങൾക്ക് ദർശനം തരും.
ചില ആൾക്കാർ ചോദിക്കാറുണ്ട് 2024 തരുമോ? എന്താ സംശയം? 2024 ഈ കലണ്ടർ കുറേ കഴിഞ്ഞാൽ 4024. ഏത് കാലത്തും മനുഷ്യൻ പ്രയത്നിച്ചാൽ ആരെ കിട്ടും? അവൻ്റെ ഹൃദയത്തിലുള്ള ഈശ്വരനെ കിട്ടും എന്ന് തന്നെയാണ് ഭാഗവതം പറയണത്. ഇതാരും പ്രയത്നിക്കുന്നില്ല. പ്രയത്നിക്കാഞ്ഞാൽ പിന്നെ നിങ്ങളുള്ളിൽ ഈശ്വരനെ കാണാൻ പറ്റുമോ? ഈശ്വരൻ അങ്ങോട്ടും പോയി. ചില ആൾക്കാർക്ക് സംശയമുണ്ട്, ഈ ടെക്നോളജിയും സയൻസൊക്കെ വന്നപ്പോൾ ഈശ്വരൻ പോയോ എന്ന്. എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ടെക്നോളജിയൊക്കെ കുറച്ച് വികസിച്ചു അല്ലേ, ശാസ്ത്രം കുറേശ്ശെ വികസിച്ചു. അപ്പോൾ ആൾക്കാർക്ക് സംശയം, ഈശ്വരനൊക്കെ പോയോ? എങ്ങോട്ടും പോയിട്ടില്ല. ഈശ്വരൻ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ ഈശ്വരൻ ഇപ്പോഴും എവിടെയുണ്ട്? നിങ്ങളുടെ ഹൃദയ ഗുഹയിലുണ്ട്. അന്വേഷിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താം. അന്വേഷിച്ചില്ലെങ്കിൽ നിങ്ങൾ കുറേ കഴിഞ്ഞാൽ അങ്ങോട്ട് ചത്തും പോകുന്നല്ലാതെ, കുറേ കഴിഞ്ഞാൽ എന്താണ്ടാവുക? ചത്തുപോയാൽ എന്താ സംഭവിക്കുക? പിറ്റേ ദിവസം നിങ്ങളുടെ ഫോട്ടോ പേപ്പറിൽ വരും. താഴെ നിങ്ങളുടെ പേരും ഭർത്താവിൻ്റെ പേരോ ഭാര്യയുടെ പേരോ മക്കളെ പേരോ ഒക്കെ എഴുതിയിട്ടുണ്ട്. ആൾക്കാരും ഇത് വായിക്കുമോ? അത് നിര്യാതരായി എന്നുള്ള ആര് വായിക്കണം? കണ്ടു കഴിഞ്ഞു വരും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ വിവേകാനന്ദ സ്വാമിജി പറയും 5 മിനിറ്റ് കഴിഞ്ഞാൽ ലോകം നിങ്ങളെ മറക്കും. വിവേകാനന്ദ സ്വാമിജി പറയുകയാണ്, നിങ്ങൾ മരിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് ലോകം നിങ്ങളെ മറക്കും. പിന്നെ നിങ്ങളെ വേണ്ട ലോകത്തിന്, ലോകം അതിൻ്റെ വഴിക്ക് പോവും. അതുകൊണ്ട് നിസ്സാരമായ കാര്യങ്ങളുടെ പിന്നാലെ പോവാതെ ഗംഭീരമായ ഈശ്വരോപാസന ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാലാഴിമഥനം ആരംഭിക്കുന്നത്. എന്നിട്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷമായിട്ട് പറഞ്ഞു. ദേവന്മാരോട് എന്താ പറഞ്ഞത്? ജഗാത ജീമൂത ഗഭീരയാ ഗിര. ജീമൂതം എന്ന് പറഞ്ഞാൽ എന്താ? ജീമൂത ഗഭീരയാ ഗിര ജഗാത. ജീമൂതം എന്താ? ജീമൂതം അറിയില്ല, ആർക്കും അറിയില്ല. ഞാൻ തന്നെ പറയണം അല്ലേ? ചോദ്യം ഞാൻ ചോദിക്കുക, ഉത്തരം ഞാൻ പറയും. നല്ല രസമുള്ള സപ്താഹ. ജീമൂതം എന്ന് പറഞ്ഞാൽ ഈ എന്താണ്? മേഘത്തിനുള്ളതൊരു ശബ്ദം ഉണ്ടാവില്ലേ? അതെന്താ അത്? അങ്ങനത്തെ ശബ്ദത്തിലാണ് ഭഗവാൻ ആരോട് പറഞ്ഞത്? ദേവന്മാരോട് പറഞ്ഞത്. ബദ്ധാഞ്ജലിയിൽ ബ്രഹ്മാവ് ശിവൻ മുതലായ എല്ലാ ദേവന്മാരും ഭഗവാൻ അങ്ങനെ തൊഴുതു നിൽക്കുന്ന സമയത്താണ് ഭഗവാൻ അവരോട് പറഞ്ഞു, അല്ലയോ ബ്രഹ്മാവേ, അല്ലയോ മഹാദേവ, ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ കേൾക്കണം. നിങ്ങൾക്ക് എല്ലാ ശ്രേയസ്സും ഉണ്ടായിത്തീരും. ഇത് ഭഗവാൻ എപ്പോഴും പറയേണ്ടത്. ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനുഷ്യർ ചെയ്താൽ മനുഷ്യർക്ക് എന്തുണ്ടാവും? ശ്രേയസ്സുണ്ടാവും. പക്ഷേ മനുഷ്യന്മാർ എന്തുമാത്രം കേൾക്കണില്ല. ഈ ഗുരുവായൂരപ്പൻ പറഞ്ഞ കാര്യമൊന്നും മനുഷ്യന്മാർ ചെയ്യണില്ല. എന്നിട്ട് കുറേ കഷ്ടത്തിലായി ഗുരുവായൂർ അമ്പലത്തിൽ. ഇപ്പോൾ എൻ്റെ കൃഷ്ണ, ഞാനിങ്ങനെ കഷ്ടത്തിലായി പോയല്ലോ, എന്താ ചെയ്യുക ചോദിച്ചാൽ ഗുരുവായൂരപ്പൻ എന്താ മറുപടി പറയുക? മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഗീതയിൽ ഭഗവാൻ പറഞ്ഞു തന്നിട്ടില്ലേ? ഇല്ല. ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരായ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വളരെ വളരെ കൃത്യമായി ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു 3 മാസം പോരെ അത് പഠിക്കാൻ മതി. ഈ 18 അധ്യായം പഠിക്കാൻ ഒരു 3 മാസം മതി. ഇനി വേണേൽ 6 മാസം കൂട്ടിക്കോളൂ, വേണേൽ 1 കൊല്ലം കൂട്ടിക്കോളൂ. 1 കൊല്ലം കൊണ്ട് പഠിക്കൂ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ ഭഗവത്ഗീത പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരോടും ചോദിക്കേണ്ട ജീവിതത്തിൽ എന്താ ചെയ്യേണ്ടത്, ഒരാളോടും ചോദിക്കേണ്ട, ഒരു സർവകലാശാലയിലും പോകണ്ട, ഒരു ഗവേഷണവും നടത്തണ്ട. മനുഷ്യരെങ്ങനെ ജീവിക്കണമെന്ന് വളരെ കൃത്യമായിട്ട് എവിടെ പറഞ്ഞിട്ടുണ്ട്? ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ആര് വായിച്ചു നോക്കിയിട്ടുണ്ട്? വെറുതെ വായിച്ചിട്ട് കാര്യമില്ല, നല്ലോണം അർത്ഥം മനസ്സിലാക്കി വായിക്കണം. 1 കൊല്ലം മതി ഭഗവത്ഗീത പഠിക്കാൻ. 1 കൊല്ലമൊക്കെ മതി. 1 കൊല്ലം നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഭഗവത്ഗീത പഠിച്ചാൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വളരെ കൃത്യമായിട്ട് എല്ലാ മനുഷ്യർക്കും മനസ്സിലാവും. എന്നിട്ട് ഇതൊന്നും ചെയ്യാതെ തോന്നിയതും കാണിച്ച് നടക്കുകയാണ്. മനുഷ്യന് തോന്നിയത് ചെയ്യാൻ പാടില്ല. ഇപ്പോഴത്തെ മനുഷ്യന്മാരെന്താ ചെയ്യണമെന്നറിയോ? അവനവൻ്റെ മനസ്സിൽ എന്താണോ തോന്നിയത്, അവനവൻ്റെ ബുദ്ധിയിൽ എന്താണോ തോന്നിയത്, ഈ തോന്നിയതും കാണിച്ച് നടക്കുക. നിങ്ങളുടെ ബുദ്ധിയിൽ തോന്നിയതും ചെയ്തുകൊണ്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. ഭഗവാൻ പറയുന്ന കാര്യങ്ങളാണ് മനുഷ്യൻ എല്ലാ കാലത്തും ശ്രേയസ് തരിക. അതെല്ലാ കാലത്തും അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? ശ്രേയസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അസുരന്മാരുമായിട്ട് സന്ധി ചെയ്യണമെന്നാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത്. കേൾക്കുമ്പോൾ തന്നെ നമുക്കത് വേണ്ട തോന്നുമല്ലേ? കാരണം ദേവന്മാരുടെ ശത്രുക്കളാണ് ആര്? അസുരന്മാർ. അതൊന്നും ചോദ്യമില്ല. ഭഗവാൻ പറഞ്ഞാൽ അത് ചെയ്തോളാം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അസുരന്മാരുമായിട്ട് സന്ധി ചെയ്യണം. പിന്നെ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞത്? അമൃത് കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കണം. ആ അമൃത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മരണമുണ്ടാവുകയില്ല. നിങ്ങൾ മന്ദരം എന്ന് പറയുന്ന പർവ്വതത്തെ കൊണ്ടുവന്ന് കടകോലാക്കണം. അതൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്.
പിന്നെ പറഞ്ഞു വാസുകിയെ നേത്രമാക്കണം. അത് ഒരു കയറിട്ട് കെട്ടട്ടെ. അതാരാണ്? വാസുകിയെ കയറാക്കണം. പിന്നെന്ത് വേണം? സഹായേന മയാദേവ. അതും ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും എപ്പോഴും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് കിട്ടും? കാളകൂടം എന്ന വിഷമുണ്ടാവും. ഇതൊക്കെ ഭഗവാൻ നേരത്തെ കൂട്ടി എല്ലാം പറഞ്ഞു കൊടുക്കുകയാണ്. പാലാഴിമതനം ചെയ്താൽ എന്തുണ്ടാവും? കാളകൂട വിഷമുണ്ടാവും. എന്ന ഭേദവ്യം പറഞ്ഞാൽ എന്താ? കാളകൂട വിഷം വരുമ്പോൾ നിങ്ങളാരും ഭയപ്പെടേണ്ട. എന്ത് ചെയ്താൽ മതി? അത് സമുദ്രത്തിൽ നിന്നുണ്ടാകുന്ന വിഷമാണേത്? വിഷാദ് ജലധി സംഭവാത്. പ്രത്യേകം പറയുന്നുണ്ട്. പലരും വിചാരിച്ചത് ഇത് വാസുകിയുടെ വിഷമാണോ എന്ന് വിചാരിച്ചവരുണ്ട് അല്ലേ? പറഞ്ഞിട്ടില്ലേ അങ്ങനെ? അങ്ങനെ ആയിരിക്കും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ ഇവിടെ പറയുന്നു ജലധി സംഭവാത്. സമുദ്രത്തിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഈ വിഷമുണ്ടാകുന്നത്. ഏത്? കാളകൂട വിഷം. അതുകൊണ്ട് ആ വിഷം വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? വിഷമിക്കൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട. മഹാദേവൻ എന്ത് ചെയ്തോളും? മഹാദേവൻ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ മഹാദേവൻ തൊട്ടടുത്ത് തൊഴുതുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഈ മഹാദേവൻ ഈ പാലാഴി മഥനത്തിൽ നിന്ന് കാളകൂട വിഷം വരുമ്പോൾ അത് കുടിച്ച് ഈ ലോകത്തെ മുഴുവനും രക്ഷിക്കും. അപ്പോൾ മഹാദേവന് വലിയ സന്തോഷമായി. എന്താ? പാലാഴി മഥനത്തിൽ എനിക്കും ഒരു കാര്യം ചെയ്യാനുണ്ടല്ലോ അല്ലേ? നമുക്ക് ശരിക്കും സന്തോഷം ഉണ്ടാവണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവണം. സപ്താഹം നടക്കുമ്പോൾ നിങ്ങൾക്കതിൽ സന്തോഷം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ഉണ്ടാവണം. ഇവിടെ എന്താ നിങ്ങൾക്ക് സന്തോഷമില്ലാത്തത്? നിങ്ങൾക്കൊരു ഡ്യൂട്ടി ഇല്ലാഞ്ഞിട്ടാണ്. ഇവിടെ 500 ആളാവാൻ വരുന്ന വെച്ചാൽ 500 ആൾക്ക് സപ്താഹത്തിൽ എന്ത് കൊടുക്കണം? ഡ്യൂട്ടി കൊടുക്കണം. അതെന്തേ നിങ്ങൾക്ക് ഡ്യൂട്ടി തരാണ്ടിരുന്നത്? ഞാൻ പറഞ്ഞിരുന്നല്ലോ ഡ്യൂട്ടി കൊടുക്കണം. 500 ആൾ ഏകദേശം വരുമെങ്കിൽ ആ 500 ആൾക്കും നമ്മൾ എന്ത് ചെയ്യണം? സപ്താഹത്തിൽ ഓരോ ഡ്യൂട്ടി, ആകെയുള്ള ഡ്യൂട്ടി ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? വിഭജിച്ച് 500 ആൾക്കും ഡ്യൂട്ടി കൊടുക്കണം. അപ്പോൾ നിങ്ങൾ 500 ആളാണ്, 500 ആൾക്കും സപ്താഹത്തിന് എന്തേ ചെയ്യാം. നിങ്ങളത് ചെയ്തിട്ടില്ലെങ്കിൽ അതാരും ചെയ്യില്ല. അപ്പം ഇവിടെയൊക്കെ മാല കൊണ്ട് അലങ്കരിക്കുകയാണ്. ഒരു 25 ആളെ ഡ്യൂട്ടി ചെയ്യിക്കുക. അവരെല്ലാ ദിവസവും എന്ത് ചെയ്യണം? മാല കൊണ്ട് ഇവിടെ അലങ്കരിക്കണ്ടേ? അവരെവിടെ അലങ്കരിച്ചത്? എവിടെ? അത് ഡ്യൂട്ടി ഇടാഞ്ഞിട്ടാണ്. ഒരു 25 ആൾക്ക് കഷ്ണം മുറിക്കുന്ന ഡ്യൂട്ടി ആയിരിക്കും. ആ 25 ആൾ എന്ത് ചെയ്യുക? എന്നും കഷ്ണം മുറിക്കുക. 25 ആൾക്ക് ഇവിടെയൊക്കെ ശുചീകരണത്തിൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ആ 25 ആൾക്കാർ എന്ത് ചെയ്തോളും? ശുചീകരണം ചെയ്തോളും. ഇങ്ങനെ ഡ്യൂട്ടി കൊടുക്കണം. ഡ്യൂട്ടി കിട്ടുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ അല്ലേ? സന്തോഷമാണോ? സന്തോഷമാണോ സന്താപാണോ ഡ്യൂട്ടി കിട്ടിയാൽ? സന്താപാണോ സന്തോഷമാണോ? ഇവിടെ ഈ കൊടിമരൊക്കെ വരാൻ പോവുക. ആ കൊടിമരൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ധ്വജപ്രതിഷ്ഠ വരാൻ പോകുമ്പോൾ ഈ സപ്താഹത്തിന് ഏതായാലും ഡ്യൂട്ടി ഇട്ടില്ല. ഇങ്ങനെ ആവരുത്. എന്ത്? ആ ധ്വജപ്രതിഷ്ഠ അങ്ങനെ ആവരുതേ. അതിന് വലിയൊരു മീറ്റിംഗ് ആദ്യം വിളിക്കുക. നാട്ടുകാരുടെ മുഴുവൻ മീറ്റിംഗ് വിളിച്ചിട്ട് ആദ്യം ഡ്യൂട്ടിയൊക്കെ 25 ഡ്യൂട്ടി ഇട്ടും. ആ 25 ഡ്യൂട്ടി ഓരോന്നോരോന്ന് വായിക്കും. അപ്പോൾ നിങ്ങൾ പറയണം അത് ഞാൻ ചെയ്യാം, അത് ഞാൻ ചെയ്യാം. അങ്ങനെ ഓരോരുത്തരും എന്ത് ചെയ്യും? ഓരോ വിഭാഗത്തിലേക്ക് ഡ്യൂട്ടിക്ക് നിർദ്ദേശിക്കും. എന്നിട്ട് നിങ്ങൾ ആ ഡ്യൂട്ടി ഏറ്റെടുക്കണം. അപ്പോൾ എന്തൊരു രസമായിരിക്കും എന്നറിയോ? നല്ല രസമാണ്. ക്ഷേത്രത്തിൽ വന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവർത്തനം നിങ്ങൾ തന്നെ ഏറ്റെടുത്ത് നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആനന്ദം എത്രയാണെന്ന് പറയാൻ കഴിയില്ല. അതാണ് പാലാഴി മഥനം നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യം. മഹാദേവനിപ്പോൾ എന്താ ഡ്യൂട്ടി കിട്ടിയത്? ശിവൻ എന്താ ഡ്യൂട്ടി കിട്ടിയത്? കാളകൂട വിഷം വരുന്ന സമയത്ത് അത് ഭക്ഷിച്ച് എന്ത് ചെയ്യണം? എല്ലാവരെയും രക്ഷിക്കേണ്ടേ? മഹാദേവൻ ശിരസാ വഹിച്ചു ആ ഡ്യൂട്ടി. ഇങ്ങനെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ഓരോ കാര്യങ്ങൾ. അങ്ങനെ ഭഗവാൻ അവിടെ നിന്ന് എല്ലാവരും നോക്കി നിൽക്കേ. തേഷാം അന്തർദധേ രാജൻ സ്വച്ഛന്ദഗതിരീശ്വര. ഭഗവാൻ സ്വച്ഛന്ദഗതിയാണെന്ന് പറയുകയാണ് ശൈശവ. പക്ഷേ സ്വച്ഛന്ദഗതി പറഞ്ഞാൽ എന്താ? നമ്മളൊന്നും സ്വച്ഛന്ദഗതിയല്ല അല്ലേ? സ്വച്ഛന്ദഗതി പറഞ്ഞാൽ എന്താ? ഭഗവാൻ ഇഷ്ടം പോലെ ഭഗവാന് വരാനും കഴിയും, പോകാനും പറ്റും. അത്രയും നമുക്ക് പറ്റുമോ? നമുക്കൊന്നും പറ്റില്ല. സ്വച്ഛന്ദഗതി പറഞ്ഞാൽ എന്താ? ഭഗവാൻ ഇഷ്ടം പോലെ വരാനും കഴിയും. ഭഗവാന് സ്വന്തം ഇഷ്ടം പോലെ എവിടെ വേണമെങ്കിൽ യാത്ര ചെയ്യാനും കഴിയും. പ്രത്യക്ഷമാവാനും കഴിയും, അപ്രത്യക്ഷമാവാനും ആർക്ക് കഴിയും? ഭഗവാന് കഴിയും അല്ലേ? രണ്ടും ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനെ സ്വച്ഛന്ദഗതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും ആരെ നമസ്കരിച്ചു? അത തസ്മൈ ഭഗവതേ നമസ്കൃത്യമിതാമഹ. ഭഗവാൻ അപ്രത്യക്ഷമായപ്പോൾ എല്ലാ ദേവന്മാരും ആ ഭഗവാനെ നമസ്കരിച്ച് അവരവരുടെ ലോകങ്ങളിലേക്ക് തിരിച്ചുപോയി. പിന്നീടാണ് ഈ ദേവന്മാരൊക്കെ എന്ത് ചെയ്യുന്നത്? സന്ധി ചെയ്യുന്നത്. അസുരന്മാരുമായിട്ട് സന്ധി ചെയ്തു. അങ്ങനെ അവർ പാലാഴി മഥനം തുടങ്ങി. പാലാഴി മഥനം തുടങ്ങിയ സമയത്താണ് അതിൽ നിന്ന് എന്തുണ്ടായത്? വലിയ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞു എന്തുണ്ടായിരുന്നു? ഒരു മന്ദിരം കൊണ്ടുവന്നൊക്കെ പറഞ്ഞില്ലേ? ആ പർവ്വതം നന്നായിട്ട് താഴത്തേക്ക് വീണുപോയി.
പർവ്വതം താഴത്തേക്ക് വീണുപോയ സമയത്ത് അവരെന്ത് ചെയ്തു? ഭഗവാനെ സ്മരിച്ചു. അപ്പോഴാണ് ഭഗവാൻ അന്ന് നേരത്തെ പറഞ്ഞില്ലേ, ഭഗവാൻ സഹായേന മയാ ദേവ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തൊരു വിഷമം വരുമ്പോഴും ആൾ സഹായിക്കും, ഭഗവാൻ സഹായിക്കും. അങ്ങനെ ഭഗവാൻ എത്രയോ വലിയ ഒരാമയായിട്ട് അവതരിച്ചു. ഭഗവാന്റെ ആ അവതാരത്തിനാണ് കൂർമാവതാരം എന്നാണ് നമ്മൾ പറയാം. കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമയാണ്. എത്രയോ വലിയ ഒരു കൂർമ്മമായിട്ട് ഭഗവാൻ അവതരിച്ച് എന്ത് ചെയ്തു? ആ താണു കിടക്കുന്ന പർവ്വതത്തെ ഭഗവാൻ തന്നെ പുറത്തെടുത്തിട്ട് ഉയർന്നു വന്നു. പിന്നെ ഭഗവാന്റെ പുറത്താണ് എന്ത് ചെയ്യുന്നത്? ആ പർവ്വതം കടന്നിങ്ങനെ തിരിയുന്നത്. അങ്ങനെ പർവ്വതം തിരിഞ്ഞപ്പോൾ ഭഗവാൻ അതൊരു എന്താ പറയുക, കണ്ടൂയനം പോലെ തോന്നിയെന്ന് പറയുന്നുണ്ട്. കണ്ടൂയനം പറഞ്ഞാൽ ചൊറിഞ്ഞു തരാമെന്നർത്ഥം. വലിയൊരു പർവ്വതം ഭഗവാന്റെ പുറത്ത് കടന്നിങ്ങനെ തിരിയുമ്പോൾ ഭഗവാൻ എന്ത് തോന്നി? ആരോ ചൊറിഞ്ഞു തരുന്നത് പോലെ തോന്നിയത്. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ കടന്നുറങ്ങി, അല്ലാണ്ട് എന്താ. അങ്ങനെ ഭഗവാൻ ഉറങ്ങിയപ്പോൾ ഭഗവാന്റെ മൂക്കിൽ നിന്ന് വരുന്ന ശ്വാസങ്ങളൊക്കെയാണ് അത്രയും സമുദ്രത്തിൽ വലിയ വലിയ തിരമാലകളായിട്ട് കാണുന്നത്. ഒന്നും കാണാനില്ല, വലിയ വലിയ തിരമാല. അതെന്താ കാരണം? അന്ന് ഭഗവാന്റെ മൂക്കിൽ നിന്ന് വന്ന ശ്വാസഗതികളാണ് ഇന്നും സമുദ്രത്തിൽ വലിയ തിരമാലകളായിട്ട് കാണുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ദേവന്മാരും അസുരന്മാരും ചേർന്ന് ഇങ്ങനെ വീണ്ടും പാലാഴി കടഞ്ഞപ്പോൾ പർവ്വതം മുകളിലേക്ക് പോയി. പർവ്വതം മുകളിലേക്ക് പോയാലും പ്രശ്നമല്ലേ. അപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ഒരു അവതാരമെടുത്തൊരു സ്വരൂപമെടുത്ത് ഭഗവാൻ ഒരു കൈ കൊണ്ട് എന്ത് ചെയ്തു? മുകളിൽ ആ പർവ്വതത്തെ മുകളിലേക്ക് വരാതെ തടുത്ത് നിർത്തും. താഴെ ആരുണ്ട്? താഴെ കുർമ്മസ്വരൂപമുണ്ട്. മറ്റൊരു രൂപത്തിൽ ഭഗവാൻ മുകളിലുണ്ട്. ഉണ്ടല്ലോ. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ മുന്നിലും പിന്നിലും ഏറ്റവും വാലും ആരുണ്ടായിരിക്കും? നിങ്ങളങ്ങനെ ആശ്രയിക്കാഞ്ഞിട്ടാണ്. ഭഗവാനെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുക. നിങ്ങൾക്ക് വയ്യാതൊക്കെ നിങ്ങൾക്ക് തോന്നും, അല്ലേ? നിങ്ങൾക്ക് തോന്നും ഇത് എന്നെ കൊണ്ടാവില്ല എന്നൊക്കെ തോന്നും. വലിയ ഡ്യൂട്ടിയല്ലേ നിങ്ങൾ തലക്കിടുക. അപ്പോൾ നിങ്ങൾ ഈശ്വര എന്തിനാണ് ഈ ഡ്യൂട്ടി എൻ്റെ തലക്കിട്ടത്? അങ്ങനെ വിചാരിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തതായി ഈ പ്രപഞ്ചത്തിൽ യാതൊരു കാര്യവുമില്ല. കാരണം എന്താ? സഹായേനമയാ ദേവ. നിങ്ങൾ ആ ഡ്യൂട്ടി ഏറ്റെടുത്ത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ ആര് കൂടെ വരും? നിങ്ങളുടെ മുന്നിലും പിന്നിലും ഏറ്റവും വാലും എല്ലാ ഭാഗത്തും ആരുണ്ടായിരിക്കും? പോരെ. അതുകൊണ്ട് എല്ലാ ഡ്യൂട്ടി ഏറ്റെടുക്കണേ. ഏറ്റെടുക്കുമോ? ആരും തല കുലുങ്ങണില്ലല്ലോ ഗുരുവായൂരപ്പ. ഞാൻ എന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന് ആലോചിക്കുക. നിങ്ങളൊക്കെ വലിയ 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 കാര്യങ്ങൾ ചെയ്യാനാണ് ഈ പള്ളിപ്പോയിൽ വന്ന് ജനിച്ചത്. അല്ലാണ്ട് നിസ്സാരമായ ചായ ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, മുടി മാടുക, അതിനൊന്നും അല്ല. നിങ്ങൾ ഈ നിസ്സാരമായ കാര്യങ്ങൾ ചെയ്തിങ്ങനെ പൂന്താനം പറഞ്ഞതുപോലെ വെറുതെ ചത്തുപോകുന്നു പാവം ശിവ, അങ്ങനെ ചാവുള്ളവരല്ല. നിങ്ങൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി വലിയ 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 കാര്യങ്ങൾ ചെയ്യണം. നാട്ടുകാർക്ക് വേണ്ടി നിങ്ങൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങളോട് ജീവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങണേ. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ചെയ്തുകൊണ്ടിരിക്കരുത്. വലിയ 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 സ്വപ്നങ്ങൾ കണ്ടിട്ട് ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ. നമ്മുടെ ക്ഷേത്രം ഒരു മഹാക്ഷേത്രം ആവണ്ടേ? വേണ്ട? വേണമെന്നിങ്ങനെ വെറുതെ പറഞ്ഞാൽ പോരാ, വേണം അങ്ങനെ പറയണം. അതെന്താ പറയൂ? നമ്മുടെ ഈ ക്ഷേത്രം ഒരു വലിയ ക്ഷേത്രമായിട്ട് മാറണം, ഒരു മഹാക്ഷേത്രമായിട്ട് മാറണ്ടേ? ധാരാളം പേര് ഇവിടെ ദിവസേന തൊഴാൻ വരണ്ടേ? എൻ്റെ സങ്കല്പത്തിൽ ഒരു ദിവസം ഇവിടെ ഒരു 10,000 ആൾ തൊഴാൻ വരണം. എല്ലാ ദിവസവും ഗുരുവായൂർ അമ്പലത്തിൽ എത്ര ആൾ തൊഴാൻ വരണ്ട്? 10,000 ഒന്നുമല്ല. ഗുരുവായൂർ അമ്പലത്തിൽ അത്ര ആൾക്കാർ തൊഴാൻ വരുന്നുണ്ടെങ്കിൽ ഈ പള്ളിക്കൽ ക്ഷേത്രത്തിൽ ദിവസേന ഒരു 10,000 ആളെങ്കിലും തൊഴാൻ വരണ്ടേ? എന്താ വരാത്തത്? നിങ്ങൾ പരിശ്രമിക്കാഞ്ഞിട്ടാണ്. എല്ലാവരും കൂടി ചേർന്ന് നല്ലതുപോലെ പരിശ്രമിച്ചാൽ ഈ ക്ഷേത്രത്തിൽ ദിവസേന എത്ര ആൾക്കാർ വരും? ഒരു 10,000 ആൾക്കാർ ഇങ്ങനെ തൊഴാൻ വരുമ്പോൾ സപ്താഹത്തിന് എന്നെ വിളിക്കണേ. കാരണം എൻ്റെ സപ്താഹത്തിന് ചുരുങ്ങിയത് 10,000 ആൾ കേൾക്കാണ്ടാവുമല്ലോ. അങ്ങനെയാണ് ഞാൻ ഈ വലിയ സ്വപ്നം കാണുന്നത്. എനിക്ക് ചെറിയ സ്വപ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ അമ്പലത്തിൽ എല്ലാ ദിവസവും എത്ര ആൾ വരണം? ഒരു 10,000 ആൾ എല്ലാ ദിവസവും വരണം. പിന്നെ വിശേഷ ദിവസം അതിൻ്റെ പൂജ്യം കൂടുന്നു മാത്രം. വിശേഷ ദിവസം 10,000-ൻ്റെ പൂജ്യം കൂടും. അപ്പം അങ്ങനെ ചെയ്യണേ. അത് അവിടെ ഇപ്പം തന്നെ തുടങ്ങിയ ചർച്ച. എങ്ങനെയാണ് ഈ 10,000 കൊണ്ടുവരിക എന്നുള്ള ചർച്ച തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നല്ല ശുഭസൂചനയാണത്. ഏതായാലും പാലാഴി മഥനം അങ്ങനെ ഗംഭീരമായിട്ട് നടക്കുന്ന സമയത്ത് ഭഗവാൻ എന്ത് ചെയ്തു? എല്ലാ സമയത്തും സഹായേനമയാ ദേവ നിർബന്ധത്വമതന്ത്രിത. ഭഗവാൻ എന്നൊരു അവതാരമെടുത്തു. അജിതനായിട്ട് അവതരിക്കുകയാണ് ഭഗവാൻ.
ആ അച്യുതൻ്റെ രൂപത്തെപ്പറ്റി പരീക്ഷിത് മഹാരാജാവിനെ ആര് കേൾപ്പിച്ചു? ശ്രീ ശുകബ്രഹ്മർഷി കേൾപ്പിക്കുകയാണ്. കേട്ടോളൂ. മേഘശ്യാമ കനകപരിധി കർണവിദ്യോത വിദ്യുന്മൂർധ്നിഭ്രാജത് വിലുളിതഗജസ്രദ്ധരോ രക്തനേത്ര ജൈത്രേർദോർഭി ജിഗദഭയദേഹി ദന്തശൂകം ഗൃഹീത്വാ. ഭഗവാന്റെ കൈകളെപ്പറ്റി പറയാണ്. ജൈത്രൈഹി ദോർഭിഹി ജഗദഭയദേഹി. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഭഗവാൻ എന്ത് കൊടുക്കും? അഭയം കൊടുക്കുന്നതാണ് ഭഗവാന്റെ കയ്യ്. അഭയം എന്ന് പറഞ്ഞാൽ എന്താ? ഈ മനുഷ്യർക്കൊക്കെ പേടിയാണല്ലേ, ദേവന്മാർക്ക് പേടിയാണ്. നമ്മുടെ എല്ലാ തരത്തിലുള്ള പേടികളും ഇല്ലാതെയാക്കുന്നതാണ് ഭഗവാന്റെ അഭയമുദ്രയോട് കൂടിയിരിക്കുന്ന കൈകൾ. അങ്ങനെയുള്ള കൈകളോട് കൂടിയിട്ടാണ് ഭഗവാൻ അച്യുതനായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ എല്ലാവരും ആരെ നോക്കി? ആ ഭഗവാനെ തന്നെ നോക്കി. എന്നിട്ട് ഭഗവാനാണത്രേ പിന്നെ കുറച്ചു നേരം നിർമ്മമന്ധാജിത സ്വയം. അജിത സ്വയം നിർമ്മമന്ധ യഥാ സുധ ന ജായേത. ഇതുവരെ അവർക്ക് സുധ എന്ന് പറഞ്ഞാൽ അമൃതാണ്. ഇതുവരെ അമൃതം ഉണ്ടാവാതിരുന്നപ്പോൾ അജിത സ്വയം നിർമ്മമന്ധ. അജിതൻ എന്ന പേരിലുള്ള ആ ഭഗവാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്തു? പാലാഴി കടഞ്ഞു. അങ്ങനെ ഒറ്റയ്ക്ക് ഭഗവാൻ പാലാഴി കടഞ്ഞപ്പോഴാണ് പാലാഴി ആകെ ഇളകി മറഞ്ഞു. അതിലുള്ള തിമിയും അങ്ങനെയുള്ള ഒരുപാട് ജലജീവികളൊക്കെ പരക്കം പായാൻ തുടങ്ങി. അതിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യമായിട്ട് എന്താ പുറത്തേക്ക് വന്നത്? കാളകൂട വിഷം വന്നു. കാളകൂട വിഷം വന്നത് അന്ന് ഭഗവാൻ പറഞ്ഞിട്ട് പേടിക്കരുതെന്നല്ലേ. എല്ലാ ദേവന്മാരും പ്രജാപതികൾ മുഴുവനും ആരെ സ്തുതിച്ചു? ശിവനെ സ്തുതിക്കുന്ന ഒരു വലിയ സ്തുതി നമുക്ക് ഇവിടെ കാണാം. അപ്പം നിങ്ങൾ എപ്പോഴെങ്കിലും ശിവക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ക്ഷേത്രത്തിൽ പോയാൽ എന്ത് ചെയ്യണം? ആ ദേവന് പറ്റിയ സ്തുതികളൊക്കെ നമ്മൾ അവിടെ ഇരുന്ന് ചൊല്ലണം. വെറുതെ പ്രസാദം വാങ്ങിപ്പോതാ പോരാ. അപ്പോൾ ശിവക്ഷേത്രത്തിൽ പോയിട്ട് നിങ്ങൾക്ക് സ്തുതിക്കാനുള്ള ഒരു സ്തുതി 7-ാമത്തെ അധ്യായം നോക്കിയാൽ കാണാം. ആ 7-ാമത്തെ അധ്യായത്തിലെ 21-ാമത്തെ ശ്ലോകം മുതൽ മുഴുവൻ എന്താണ്? ആ കാളകൂട വിഷം കഴിക്കുന്നതിന് മുമ്പ് ഈ പ്രജാപതികൾ ശിവനെ സ്തുതിച്ച അതിമനോഹരമായൊരു സ്തുതിയാണ്. എല്ലാ സ്തുതിയുടെ അർത്ഥം നമുക്ക് പറയാൻ സമയമില്ല, എങ്കിലും നമുക്ക് നോക്കാം. എന്താ അവർ പറയുന്നത്? ദേവദേവ മഹാദേവ ഭൂതാത്മൻ ഭൂതഭാവന ത്രാഹിന ശരണാപന്നാൻ ത്രൈലോക്യദഹനാത് വിശാൽ. ഈ ത്രൈലോക്യത്തെ മുഴുവനും ദഹിപ്പിക്കാൻ സമർത്ഥമാണ് ഈ കാളകൂട വിഷം. അതിൽ നിന്ന് ത്രാഹി. ത്രാഹി പറഞ്ഞാൽ എന്താ? നിങ്ങളെല്ലാവരെയും രക്ഷിക്കണേ എന്ന് എല്ലാ ദേവന്മാരും പ്രാർത്ഥിച്ചു. ത്വം ബ്രഹ്മ പരമം ഗുഹ്യം സരസദ്ഭാവഭാവന നാനാശക്തിഭിരാഭാത ത്വമാത്മാ ജഗദീശ്വര. അങ്ങ് സാക്ഷാൽ ബ്രഹ്മമാണ്, അങ്ങ് സാക്ഷാൽ ജഗദീശ്വരനാണ്, അതുകൊണ്ട് അങ്ങ് വിരാട് സ്വരൂപിയാണ് എന്നൊക്കെ പറഞ്ഞ് വിരാട് സ്വരൂപിയായിട്ടും ആരെ ധ്യാനിക്കുന്നുണ്ട്? ശിവനെ അവർ ധ്യാനിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, കാമാധ്വര ത്രിപുരകാലകരാദ്യനേക ഭൂതദ്രുഹ ക്ഷപയതസ്തുതയേ നദത്തയം യസ്ത്വന്തകാല ഇതമാത്മകൃതം സ്വനേത്രവന്യസ്ഫുലിംഗശിഖയാ ഭസിതം നവേദ. എന്തൊരു മഹത്വ ശിവനെ പറ്റി പറയണതല്ലേ. ആ ശിവൻ എത്രയോ എത്രയോ മഹിമകളുള്ള ജഗദീശ്വരനാണ്. അപ്പോൾ ശിവൻ്റെ മഹിമയ്ക്കറിയണമെങ്കിൽ നമ്മൾ എന്താ വേണം? ശിവനെ പറ്റി പറയുന്ന സംസ്കൃത ഗ്രന്ഥങ്ങൾ 1000കണക്കിന് കിട്ടാനുണ്ട്. എത്ര കിട്ടാനുണ്ട്? ശിവൻ്റെ മഹിമകൾ വാഴ്ത്തുന്ന സംസ്കൃത ഗ്രന്ഥങ്ങൾ എത്ര എണ്ണം കിട്ടാറുണ്ട്? 1000കണക്കിന് കിട്ടാറുണ്ട്. 1000 വായിച്ചില്ലെങ്കിൽ 2-3 വായിച്ചു നോക്കണ്ടേ? വേണ്ടേ? അപ്പോൾ ശിവൻ്റെ മഹിമ വാഴ്ത്തുന്ന നിരവധി ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ സമയം കിട്ടുമ്പോൾ വായിക്കുക. അപ്പോൾ അതിലൊക്കെ ശിവൻ്റെ ഒരുപാട് മഹിമകളെ പറ്റി പറയുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് ശിവപുരാണെങ്കിലും ഒന്ന് വായിച്ചു നോക്കുക. ശിവപുരാണം വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വായിച്ചു നോക്കണം. ശിവനെ പറ്റി പറയുന്ന ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ്. അപ്പോൾ അതിലൊക്കെ പറയുന്നുണ്ട്, സ്വന്തകാല ഇതം ആത്മകൃതം സ്വനേത്ര വന്യ സ്ഫുലിംഗശിഖയ പ്രസിദ്ധം നവേദ. അന്താർത്ഥം അന്ധകാലം. അന്ധകാലം പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൻ്റെ അന്ധകാലം. ഇന്ന് കാണുന്ന പ്രപഞ്ചം അവസാനം അതിനൊരു എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു അവസാനം. ഇപ്പം നമ്മളൊക്കെ മരിക്കില്ലേ? നമ്മളൊക്കെ മരിക്കുന്നത് പോലെ പ്രപഞ്ചത്തിനും എന്തുണ്ട്? ഒരു മരണമുണ്ട്. ആ പ്രപഞ്ചം മരിക്കുന്ന സമയത്ത് ആത്മകൃതം സ്വനേത്ര വന്യ സ്ഫുലിംഗശിഖയ, അത് ശിവനെയാണ് ഏൽപ്പിക്കുക. പ്രപഞ്ചം നശിപ്പിക്കാറായ ഗുരുവായൂരപ്പൻ ആരെ വിളിക്കും? ഗുരുവായൂരപ്പൻ ആരെ വിളിക്കും? മഹാദേവനെ വിളിക്കും. ഗുരുവായൂരപ്പനാ വിളിക്കുക. മഹാദേവ എന്താ? അല്ല, പ്രപഞ്ചം നശിപ്പിക്കാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നാളെ രാവിലെ 10 മണിയാകുമ്പോഴേക്ക് എന്ത് വേണം? നാളെ രാവിലെ 10 മണിയാകുമ്പോഴേക്ക് ആ പ്രപഞ്ചത്തിൻ്റെ നാശം ചെയ്യണം. ഓ, അങ്ങനെയാവാം.
അതിന് പ്രയാസമൊന്നുമില്ല ആർക്ക്? ശിവന്. ശിവൻ പിന്നെ പാർവതിയുടെ കൂടെ പല കഥകളൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും, പ്രയാസമൊന്നുമില്ല. എന്താ പരിപാടി? ഗുരുവായൂരപ്പനാണ് പറയുക, നാളെ 10 മണിക്കാണ് ഈ പ്രപഞ്ചം അവസാനിക്കേണ്ട സമയം. അപ്പോൾ ശിവൻ പറഞ്ഞു, ശരി, എനിക്ക് ഓർമ്മയുണ്ട്, അങ്ങനെയാവാമെന്നും പറഞ്ഞു ശിവൻ സാധാരണ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ നാളെ രാവിലെ 9:50 ആവും. 9:50 ആകുമ്പോൾ പാർവതിയോട് ശിവൻ പറയും, ഞാനൊരു കഥ പറഞ്ഞു തരാം. അങ്ങനെ ശിവൻ പാർവതിക്ക്, ഇനിയുണ്ട് 10 മിനിറ്റേ ഉള്ളൂ കേട്ടോ, എത്ര സമയം ബാക്കിയുണ്ട്? ഈ 10 മണിക്കാണ് ഈ പ്രപഞ്ചം നശിപ്പിക്കേണ്ട സമയം. അപ്പോൾ 10 മണിക്ക് ഇനിയും ബാക്കി 10 മിനിറ്റ് ഉള്ളപ്പോൾ ശിവൻ പാർവതിക്ക് നല്ല കഥയൊക്കെ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ഗണപതിയൊക്കെ ഒന്ന് തലോടും. ഇനി ആകെ ഇത്തിരി സമയമേ ബാക്കിയുള്ളൂ. ആ ഒരു ഇത്തിരി സമയത്താണ് ശിവൻ എന്ത് ചെയ്യുന്നത്? വന്യസ്ഫുലിംഗ ശിഖയ, ആ ശിവൻ്റെ ആ കണ്ണിൽ നിന്ന് ചെറിയൊരു സ്ഫുലിംഗം പുറത്തേക്ക് വരും. ഒരു സ്ഫുലിംഗം കണ്ട് പുറത്തേക്ക് വരുമ്പോഴേക്ക് എന്താവുന്നു? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എന്താവുന്നു? ഒരു പിടി ഭസ്മമാവുന്നു. ഒരു പ്രയാസവും ഇല്ല എന്നർത്ഥം. എന്തിന്? വല്ലതും പിടിക്കുന്നുണ്ടോ? വല്ലതും തലയ്ക്ക് പിടിക്കുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? വന്യസ്ഫുലിംഗ ശിഖയ ഭസിതം ന വേദ. എന്തൊരു രസമുള്ളൊരു ശ്ലോകമല്ലേ! ഇത്രയും വലിയ മഹാപ്രപഞ്ചം മുഴുവൻ ആ മഹാദേവൻ്റെ ആ നേത്രാഗ്നിയിൽ ഒരു പിടി ഭസ്മമാകുന്നത് ആരറിയുന്നില്ല? ശിവൻ അറിയ പോലും ചെയ്യണില്ല എന്ന്. എന്താ അതിൻ്റെ അർത്ഥം? മനസ്സിലായോ എന്താന്ന്? നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്ക് മനസ്സിലായി. അതായത് ആ മഹാദേവൻ്റെ കണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു സ്ഫുലിംഗം കൊണ്ട് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ നശിക്കുന്നത് ആരറിയുന്നില്ല? മഹാദേവൻ പോലും അറിയുന്നില്ല എന്നർത്ഥം. അതായത് അത്ര എളുപ്പത്തിലാണ് ലീലയ എന്ന് പറയുക സംസ്കൃതത്തിൽ. ആ ശിവലീല കൊണ്ടാണ് ആ മഹാദേവൻ എന്ത് ചെയ്യുന്നത്? എത്രയോ എളുപ്പത്തിൽ ഈ കാണുന്ന പ്രപഞ്ചത്തെ ആ സംഹാരരുദ്രൻ നശിപ്പിക്കുന്നത്. അങ്ങനെയുള്ള അവിടുന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നാണ് ആര് പ്രാർത്ഥിച്ചത്? ഇത്രയൊക്കെ മഹിമയുള്ള അല്ലയോ ഭഗവാനെ, അവിടുന്ന് ഈ കാളകൂട വിഷത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിച്ചപ്പോൾ ശിവൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ശിവൻ എന്താ പറഞ്ഞത്? അഹോബത ഭവാന്യേതൽ പ്രജാനാം പശ്യവൈശസം. ഭവാനി അടുത്തുണ്ട് അല്ലേ? ഭവനും ഭവാനിയും. ഭവൻ എന്ന് പറഞ്ഞാൽ ശിവൻ, ഭവാനി പറഞ്ഞാൽ ശിവൻ്റെ കൂടെയുള്ള ശക്തിയുടെ പേരാണെന്ത്? ഭവാനി. അപ്പോൾ ഭവാനി എന്ന് വിളിച്ചു. ഭവാനിയോട് എന്താ പറഞ്ഞത്? ആസാം പ്രാണപരീപ്സൂനാം വിധേയം അഭയം ഹിമയം. ഇവരെല്ലാവരെയും രക്ഷിക്കേണ്ടത് എൻ്റെ ഒരു ചുമതലയാണ്. കാരണം ഏതാവാൻഹി പ്രഭോരർത്ഥോയ ദീനപരിപാലനം, ദീനന്മാരെ പരിപാലിക്കുക എന്നുള്ളതാണ് ഈ പ്രഭുവായിരിക്കുന്ന ഭഗവാൻ ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ പ്രഭുവായിരിക്കുന്ന ഭഗവാൻ എൻ്റെ നേരെ പ്രസാദിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ? ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തിനേ മനസ്സിലാവുന്നുണ്ടോ ചോദിക്കണം. എന്തിനാ? നിങ്ങൾ ശ്രദ്ധിക്കണില്ല. അതാണ് നല്ലതുപോലെ ശ്രദ്ധിച്ചാലേ ഭാഗവതം മനസ്സിലാവും. ഓരോ വാക്കും നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ വാക്കും ശ്രദ്ധിച്ചാലേ നമുക്ക് ഭാഗവതം മനസ്സിലാവുള്ളൂ. പ്രഭുവാണ് ആര്? ആരാണ് പ്രഭു എന്ന് പറഞ്ഞാൽ ഇവിടെ? ഭഗവാൻ. ഏത് ഭഗവാൻ? പരമേശ്വരനല്ല. അതിൻ്റെ ഞാൻ മനസ്സിലായില്ല. പ്രഭു എന്ന് പറഞ്ഞാൽ പരമേശ്വരനെ അല്ല, ശ്രീകൃഷ്ണ പരമാത്മാവിനെയാണ് ഇവിടെ എന്തായിട്ട് പറഞ്ഞത്? പ്രഭുവായിട്ട് പറഞ്ഞത്. അപ്പോൾ മഹാദേവൻ എപ്പോഴും എന്തിനാ ശ്രമിക്കുക? മഹാദേവൻ എന്ന് പറഞ്ഞാൽ ശിവൻ എപ്പോഴും എന്തിനാ ശ്രമിക്കുക? ശ്രീകൃഷ്ണൻ എൻ്റെ നേരെ പ്രസാദിക്കണം എന്നാണ് ആര് വിചാരിക്കുക? ശിവൻ വിചാരിക്കുക. അപ്പോൾ ശിവൻ എന്താ ശ്രീകൃഷ്ണനെ വിളിക്കുക? എന്താ വിളിക്കുക? പ്രഭോ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? പ്രഭോ എന്ന് വിളിക്കുക. മനസ്സിലായോ? നീ മാറി മാറി പറയരുത്. ശിവൻ കൃഷ്ണനെ കണ്ടാൽ കൃഷ്ണൻ എന്താ വിളിക്കുക? പ്രഭോ എന്ന് വിളിക്കും അല്ലേ? പ്രഭോ. അവിടെ വലിയ ഇഷ്ടമാണ് ആര്? കൃഷ്ണൻ എപ്പോഴും സേവിച്ചുകൊണ്ടിരിക്കുന്നൊരു ഈശ്വരനാണ് ആര്? ശിവൻ. അത് മനസ്സിലായോ? അത് മനസ്സിലായില്ല. ശിവൻ 24 മണിക്കൂർ എന്താ ചെയ്യണത്? ഈ ശ്രീകൃഷ്ണനെ ഉപാസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ പറയുന്നു ഏതാവാൻഹി പ്രഭോരർത്ഥോ ദീനപരിപാലനം. ദീനന്മാരെ ഞാൻ പരിപാലിച്ചാൽ ആർക്കെന്നെ ഇഷ്ടപ്പെടും? ശിവൻ പറയാണ് ദീനന്മാരെ ഞാൻ പരിപാലിച്ചാൽ ശ്രീകൃഷ്ണ ഭഗവാന് എന്നെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് ഭഗവാൻ എന്നോട് ഇഷ്ടപ്പെടാൻ വേണ്ടി, എന്നോട് ഇഷ്ടമുണ്ടാവാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്? ഈ കാളകൂട വിഷം ഞാൻ കഴിക്കാൻ പോവുകയാണ്. പുംസഹ കൃപയതോ ഭദ്രേ സർവാത്മാ പ്രിയതേ ഹരി പ്രീതേ ഹരോ ഭഗവതി പ്രിയേഹം സചരാചര. അപ്പോൾ ഭഗവാൻ ശിവൻ പറഞ്ഞു പുംസഹ കൃപയതഃ ഭദ്രേ സർവാത്മാ പ്രിയതേ ഹരി. നമ്മൾ മറ്റുള്ളവരോട് കൃപ കാണിക്കുമ്പോഴാണ് അല്ലേ? ശിവൻ മറ്റുള്ളവരോട് കൃപ കാണിക്കണേ. വിഷം മുഴുവൻ കഴിക്കണ്ടേ?
അപ്പം ഞാനങ്ങനെ എല്ലാവരോടും കൃപ കാണിക്കുമ്പോൾ ഭഗവാൻ എന്നോട് എന്ത് കാണിക്കും? ഭഗവാൻ എന്നോട് പ്രീതി ഉണ്ടാവും. ഭഗവാൻ എന്നോട് പ്രീതി ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ ഈ വിഷം കഴിക്കുന്നത്. അങ്ങനെ പ്രീതേഹരോ ഭഗവതി പ്രിയേഹം സചരാചര. ഭഗവാൻ എൻ്റെ നേരെ പ്രസാദിച്ചാൽ ഞാനും എന്ത് ചെയ്യും? എല്ലാവരെയും ഞാൻ എല്ലാവർക്കും അങ്ങനെ പ്രസാദം കൊടുക്കും. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ശിവനെ വെറുതെ വിഷം കഴിച്ചതല്ല. അതിൻ്റെ തത്വം മനസ്സിലായോ? ഇല്ലയെന്ന് ഞാൻ വേഗം പറഞ്ഞു പോയോ? എനിക്കിതൊരു 3 മണിക്കൂർ ഇരുന്ന് പറയണം. എന്ത് സങ്കല്പിച്ചിട്ടാണ് ശിവൻ കാളകൂട വിഷം കഴിച്ചതെന്ന് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഒരു 3 മണിക്കൂർ ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വിസ്തരിച്ചങ്ങോട്ട് പറയണം. അപ്പോൾ പിന്നെ ബാക്കി കഥയൊക്കെ എപ്പോഴാണ് പറയുക? എത്ര കഥ പറയാനുണ്ടല്ലോ. ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഒരു 3-4 മണിക്കൂർ വിസ്തരിച്ച് പറയേണ്ടിരുന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നല്ല ശ്ലോകമാണ്. ഏതാവാൻ ഹി പ്രഭോ ഒരർത്ഥവും യദ്ദീനപരിപാലനം പ്രാണൈ സ്വൈഹി പ്രാണിന പാന്തി സാധഭക്ഷണഭങ്കുരൈ ബദ്ധവൈരേഷു ഭൂതേഷു മോഹിതേഷു ആത്മമായയ പുംസകൃപയതോ ഭദ്രേ സർവാത്മാ പ്രിയതേ ഹരി പ്രീതേഹരോ ഭഗവതി പ്രിയേഹം സചരാചര. ഇത്രയും സങ്കല്പങ്ങൾ ചെയ്തിട്ടാണ് ശിവൻ എന്ത് ചെയ്യുന്നത്? ആ വിഷമൊന്നായിട്ട് കയ്യിലെടുത്തു. കാളകൂട വിഷം കയ്യിലെടുത്തിട്ട് എന്ത് ചെയ്തു? അതിങ്ങനെ കഴിക്കാൻ വേണ്ടി പുറപ്പെട്ടു. എന്നിട്ട് പ്രഭാവജ്ഞ അന്യമോദത. അപ്പോൾ പ്രഭാവജ്ഞയാണ് ആര്? നേരത്തെ ഭവാനിയെ പറ്റി പറഞ്ഞു അല്ലേ? ഭവൻ്റെ കൂടെ ആരുണ്ട്? ഭവൻ എന്ന് പറഞ്ഞാൽ ആരാ? ശിവൻ. ഭവൻ്റെ കൂടെ ഇരിക്കുന്ന ദേവിയുടെ പേരാണ് ഭവാനി. ദേവിക്ക് വലിയ ഇഷ്ടമാത്രേ ഭവാനി എന്നുള്ള പേര്. ഇനി ദേവിയുടെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്ത് വിളിച്ചാൽ മതി? അമ്മയെ ചൊറ്റാനിക്കരമ്മേ എന്നൊക്കെ വിളിക്കണതിന് പിന്നെ എന്ത് വിളിക്കുക? ഇത് ഇടയ്ക്കൊന്ന് മാറ്റി മാറ്റി വിളിക്കരുത്. എന്നും ഒരുപോലെ വിളിക്കുക. ഇടയ്ക്കൊന്ന് മാറ്റി വിളിക്കണം. അപ്പോൾ ദേവീ ക്ഷേത്രത്തിൽ പോയാൽ ദേവിയെ എന്താ വിളിച്ചാൽ മതി? ഭവാനിത്വം ദാസേ മയി വിതര ദൃഷ്ടിം സകരുണ. സൗന്ദര്യലഹരിയിൽ പറയുന്നുണ്ട് ശങ്കരാചാര്യസ്വാമികൾ ഭവാനി എന്ന് വിളിച്ചുകൊണ്ട് ആ ദേവിയോട് എന്തെങ്കിലും ഒന്ന് പറയാൻ ഭക്തന്മാർ പുറപ്പെടുമ്പോൾ തന്നെ, ആ ഭവാനി എന്നുകൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ ആചാര്യസ്വാമികൾ പറയുകയാണ് ആ ദേവി ഭക്തന്മാർക്ക് എല്ലാം ഇഷ്ടം പോലെ വാരിക്കോരി ചൊരിഞ്ഞു കൊടുക്കും എന്നെവിടെ പറയുന്നുണ്ട്. സൗന്ദര്യലഹരി എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. അതാരെ എഴുതിയതാ? ശങ്കരാചാര്യസ്വാമികൾ എഴുതിയതാണ്. അദ്ദേഹം കേരളീയനാണെന്നൊക്കെ അറിയാലോ അല്ലേ? അറിയോ? കേരളത്തിലാണ് ആചാര്യസ്വാമികൾ വന്ന് അവതരിച്ചത്. സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്, സാക്ഷാൽ ശിവൻ തന്നെയാണ്. ആര്? അല്ലെങ്കിൽ ഇത്രയൊന്നും ചെയ്യാൻ കഴിയില്ല. ഭാരതം മുഴുവനും പാദചാരിയുടെ നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പിക്കാൻ പറ്റും. പാദചാരിയുടെ നടക്കുക പറഞ്ഞാൽ എന്താ? യാതൊരു വാഹനവും ഉപയോഗിക്കാതെ ഭാരതം മുഴുവൻ നടന്ന് അക്കാലത്ത് ഭാരതത്തിലുണ്ടായിരുന്ന എല്ലാ തിന്മകളെയും ഉന്മൂലനാശം ചെയ്ത ഭാരതം കണ്ട എത്രയോ വലിയ ഒരു ജഗത് ഗുരുവായിരുന്നു ആര്? ശങ്കരാചാര്യസ്വാമികൾ. പക്ഷേ കേരളീയർക്ക് ആരെ പറ്റി അറിയില്ല. ഈ ശങ്കരാചാര്യസ്വാമികളെ പറ്റി കേരളീയർക്കാണ് ഒന്നും അറിയാത്തത്. കേരളത്തിൽ സർവേ നടത്തി നോക്കൂ. ശങ്കരാചാര്യസ്വാമികളെ പറ്റി നിങ്ങളൊരു 100 ചോദ്യം കയ്യിലെടുക്കുക. എന്നിട്ട് ആ 100 ചോദ്യങ്ങൾ ചോദിച്ചു നോക്കുക. ആർക്കും ഒന്നും അറിയില്ല. എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ കാര്യമല്ലേ? ഈ മലയാള നാടിൻ്റെ കാര്യം വലിയ കഷ്ടമാണ്. മറ്റൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഠിക്കുക. ശങ്കരാചാര്യസ്വാമികളെ പറ്റിയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഇതൊക്കെ പഠിക്കണമെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിർത്തിവെക്കേണ്ടേ? അതുകൊണ്ട് നിങ്ങളോട് പറഞ്ഞത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നിസ്സാരമായ കാര്യങ്ങളൊക്കെ നിർത്തിവെച്ചിട്ട് ആധ്യാത്മികമായ കാര്യങ്ങൾ പഠിക്കാനും പ്രചരിപ്പിക്കാനുമാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. ആചാര്യസ്വാമികളുടെ കൃതികൾ എത്രയുണ്ടല്ലേ? അതിലൊക്കെ ദേവിയെ പറ്റി പറയുന്നു, ദേവിയുടെ മഹിമയെ പറ്റി പറയുന്നു. അതിലൊന്നാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ച സൗന്ദര്യലഹരി എന്ന് പറയുന്ന കൃതി. 100 ശ്ലോകങ്ങളാണ്. ഇതുപോലെ ശിവനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ ആചാര്യസ്വാമികൾ തൻ്റെ കൃതികളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ശിവനും അതുപോലുള്ള ഭവനും ഭവാനിയും, ആ ഭവനും ഭവാനിയൊക്കെ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് പല പല ലീലകളും ചെയ്യുന്നത്. അങ്ങനെ അഭക്ഷയൻ മഹാദേവ കൃപയാ ഭൂതഭാവന. അങ്ങനെ മഹാദേവൻ എന്ത് ചെയ്തു? ആ കാളകൂട വിഷം മുഴുവൻ അങ്ങോട്ട് കഴിച്ചു. അങ്ങനെ കഴിച്ചപ്പോൾ പീതേകരേ വൃഷാങ്കേണ പ്രീതാസ്തേ മരദാനവാഹം. ദേവന്മാർക്കും അസുരന്മാർക്കൊക്കെ വലിയ സന്തോഷമായി. അവർ വീണ്ടും പാലാഴി കടഞ്ഞപ്പോഴാണ് പാലാഴിയിൽ നിന്ന് ആര് വന്നു? നല്ലൊരു പശു വന്നു. അതിനാണ് ഹവിർധാനി എന്ന് പറയുന്നത്. അവർ മഹർഷിമാരാണ് ആ പശുവിനെ കൊണ്ടുപോയത്. പിന്നെ വീണ്ടും പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഉച്ചൈശ്രവസ് എന്ന കുതിര വന്നു. ഐരാവതം എന്ന ഒരു ആന അതിൽ നിന്ന് വന്നു.
അതുപോലെ തന്നെ കൗസ്തുഭം എന്ന രത്നം വന്നു, പാരിജാതം വന്നു. അങ്ങനെ കിട്ടേണ്ടതൊക്കെ പാലാഴിയിൽ നിന്ന് അവർക്ക് കിട്ടി. അങ്ങനെ അവർ നോക്കിയിരിക്കുമ്പോഴാണ് പാലാഴിയിൽ നിന്ന് ആര് വന്നത്? തതശ്ചാവിരഭൂൽ സാക്ഷാൽ ശ്രീരമാ ഭഗവത്പര. എപ്പോഴും ഭഗവാനെ മാത്രം ചിന്തിക്കുന്ന ലക്ഷ്മി ദേവിയും എവിടുന്ന് ആവിർഭവിച്ചു? പാലാഴിയിൽ നിന്ന് ആവിർഭവിച്ചു. ലക്ഷ്മി ദേവിയെ കണ്ട സമയത്ത് എല്ലാവരും ആ ഭഗവതിക്ക് പലതരത്തിലുള്ള ഉപചാരങ്ങൾ അവിടെ വെച്ച് സമർപ്പിക്കുകയാണ്. അവിടെ വെച്ചിട്ട് വേദങ്ങളിൽ പറയുന്ന ചില പ്രത്യേക മന്ത്രങ്ങളുണ്ട്. ആ വേദങ്ങളിൽ പറയുന്ന ചില പ്രത്യേക മന്ത്രങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടാണ് ആ ഭഗവതിയെ അവരെല്ലാവരും ചേർന്ന് അവിടെ നിന്ന് ഗംഭീരമായിട്ട് അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്തപ്പോൾ ഗുരുവായൂരപ്പൻ മാല ചാർത്തി എന്നൊക്കെ മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയണം. ആൾ രസികനാണല്ലോ മേൽപ്പത്തൂർ അല്ലേ. മേൽപ്പത്തൂരിൻ്റെ നാരായണീയം വായിച്ചു നോക്കിയിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. വെറുതെ വായിച്ചാൽ പോരാ, അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലാവണ്ടേ. നാരായണീയം വായിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാർ കേരളത്തിലുണ്ട്. പക്ഷെ അർത്ഥമൊന്നും ചോദിച്ചാൽ ഇഷ്ടമില്ല, അർത്ഥം അറിയണം. അപ്പോൾ അതിൽ ഈ മഹാലക്ഷ്മിയെ അവിടെ ഇങ്ങനെ അഭിഷേകം ചെയ്യുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ ഒരു മാല ചാർത്തി എന്നൊക്കെ ആര് പറയുന്നുണ്ട്? മേൽപ്പത്തൂർ നാരായണീയത്തിൽ പറയുന്നുണ്ട്. അതെങ്ങനെയാണ്? അഭിഷേകം കഴിഞ്ഞാൽ ഒരു മാല ചാർത്തുന്നതാണ്. അപ്പോൾ ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് മാല ചാർത്തിയെന്നറിയോ? കടാക്ഷം കൊണ്ടൊരു മാല ചാർത്തിയത്ര. ലേശം സാഹിത്യം കൂടി അറിയുമ്പോൾ രസം അല്ലേ. കടാക്ഷം കൊണ്ട് ഗുരുവായൂരപ്പൻ എന്ത് ചെയ്തു? ഒരു നല്ലൊരു മാല ആർക്ക് ചാർത്തി? ലക്ഷ്മി. സംഗതി മനസ്സിലായോ? മനസ്സിലായില്ല? അതെന്തായിരുന്നു ആ ശ്ലോകം? അഭിഷേക ജലാനുപാതി മുഗ്ധത്വത പങ്കൈരവഭൂഷിതംഗവല്ലിയും. എഴുപ്പത്തൂരിൻ്റെ പ്രയോഗമാണ്. അഭിഷേക ജലാനുപാതി മുഗ്ധത്വത പങ്കൈഹി അവഭൂഷിത അംഗവല്ലിയും. എന്താ അതിൻ്റെ അർത്ഥം? ഗുരുവായൂരപ്പൻ ആ ലക്ഷ്മി ദേവിക്ക് അഭിഷേകം നടക്കുന്ന സമയത്ത് കടാക്ഷങ്ങളെ കൊണ്ട് ഒരു മാല ആർക്ക് ചാർത്തി? അങ്ങനെ മനസ്സിലായി ചിലർക്കൊക്കെ അല്ലേ, ചിലർക്കൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെയൊക്കെ മനസ്സിലായാൽ മതി. അങ്ങനെ നല്ലൊരു മാല ആർക്ക് ചാർത്തി? ലക്ഷ്മി ദേവിക്ക് ചാർത്തി. അങ്ങനെ ഏതായാലും ആ ലക്ഷ്മി സ്വയംവരാണ്. ലക്ഷ്മി ദേവി അതൊക്കെ കഴിഞ്ഞ സമയത്ത് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കയ്യിൽ നല്ലൊരു മാലയൊക്കെ എടുത്തിട്ട് ലക്ഷ്മി ദേവി തീരുമാനിച്ചു എന്ത്? തനിക്ക് എല്ലാം കൊണ്ടും ഉചിതനായ ഒരു പുരുഷോത്തമനെ വിവാഹം കഴിക്കണമെന്ന് വിചാരിച്ചു. അദ്ദേഹം ആരായിരിക്കണം? പുരുഷോത്തമനായിരിക്കണ്ടേ. പുരുഷോത്തമൻ പറഞ്ഞാൽ എന്താ? എല്ലാ ഗുണങ്ങളുമുള്ള ഒരാളെ വിവാഹം കഴിക്കണമെന്ന് കരുതി ഓരോരുത്തർ നോക്കിയ സമയത്ത് ലക്ഷ്മി ദേവി ഓരോരോ ദോഷം കണ്ടു എന്നാണ് ഭാഗവതം പറയുന്നത്. അങ്ങനെ ഓരോരുത്തർ ലക്ഷ്മി ദേവി ഇങ്ങനെ ഒഴിവാക്കുകയാണ്. വേണ്ട, അദ്ദേഹത്തിന് വേണ്ട. കാരണം ഓരോരോ ദോഷങ്ങൾ കാണുകയാണ്. അങ്ങനെ ദോഷങ്ങൾ കണ്ട് എല്ലാവരെയും ഒഴിവാക്കി അവസാനം ഈ ലക്ഷ്മി ദേവി ആരെയാണ് കണ്ടത്? സാക്ഷാൽ ഭഗവാനെ കണ്ടു. രമാമുകുന്ദം നിരപേക്ഷമിപ്സിതം. നിരപേക്ഷനായിരുന്നു അത്രേ ഭഗവാൻ. നിരപേക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഭഗവാൻ ഒന്നും ആവശ്യമില്ല. നിരപേക്ഷൻ പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ഗുരുവായൂരപ്പന് യാതൊന്നും ആവശ്യമില്ല. ഇന്നേ വരെ ഗുരുവായൂരപ്പൻ ആരോടെങ്കിലും എന്തെങ്കിലും വേണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഭഗവാൻ നിരപേക്ഷനാണ്. ആ നിരപേക്ഷനായിരിക്കുന്ന മുകുന്ദനെയാണ് ആര് കണ്ടത്? ലക്ഷ്മി ദേവി കണ്ടു. പുരുഷോത്തമനാണെന്ന് മനസ്സിലായി. ആരാണ് പുരുഷോത്തമൻ എന്ന് മനസ്സിലായി? ആരാ? സാക്ഷാൽ മുകുന്ദനാകുന്ന സാക്ഷാൽ മഹാവിഷ്ണുവാണ്. നിരപേക്ഷനായിരിക്കുന്ന എല്ലാ ഗുണങ്ങളുമുള്ള പുരുഷോത്തമൻ എന്ന് മനസ്സിലാക്കിയിട്ടാണ് തൻ്റെ കയ്യിലുള്ള ആ നല്ല മാല നേരെ എവിടെ ഇട്ടു? ഭഗവാന്റെ കഴുത്തിലിട്ടിട്ട് ഭഗവാനെ ഭർത്താവായിട്ട് വരിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ ഇടയിലാണ്, ഏതിൻ്റെ ഇടയിൽ? ഈ പാലാഴി മഥനത്തിൻ്റെ ഇടയിലാണ് ലക്ഷ്മീ സ്വയംവരം എന്ന് പറയുന്ന ഗംഭീരമായ ഒരു ലീലയും നടന്നു. ഇങ്ങനെ എന്തെല്ലാം ലീലകൾ അവിടെ നടക്കും. എല്ലാം ലീലകളാണ്. ലീല എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പ്രയാസവും ഇല്ലാതെ ഭഗവാൻ ചെയ്യുന്ന കർമ്മങ്ങൾക്കാണ് ഭഗവാന്റെ ലീല എന്ന് പറയും. ഒരു കാര്യം ചെയ്യാനും ഭഗവാൻ എന്തില്ല? യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ പാലാഴി മഥനം മുഴുവൻ ഇത്ര മനോഹരമാക്കി ഭഗവാനാണ് ഒരു ലീലയായിട്ട് ചെയ്തത്. വീണ്ടും പാലാഴിയിൽ നിന്ന് ആര് പ്രത്യക്ഷനായി? ധന്വന്തരി എന്ന പേരുള്ള ഭഗവാൻ പ്രത്യക്ഷനായി. ആ ഭഗവാന്റെ കയ്യിലായിരുന്നു എന്തുണ്ടായിരുന്നത്? ഒരു വലിയൊരു പാത്രം നിറയെ അമൃതുണ്ടായിരുന്നു. അങ്ങനെ അമൃതുമായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട സമയത്ത് ഭഗവാൻ നോക്കി നിൽക്കെ ഭഗവാന്റെ കയ്യിൽ നിന്ന് അമൃത ആര് തട്ടിക്കൊണ്ടുപോയി? അസുരന്മാർ തട്ടിക്കൊണ്ടുപോയി. ഗുരുവായൂരപ്പനെ കണ്ട ഞാൻ ചോദിക്കും, ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകുമോ ഭഗവാന്റെ കയ്യിൽ നിന്ന്? ഞാൻ കണ്ടാൽ ചോദിക്കണം എനിക്ക്, ഗുരുവായൂരപ്പൻ ഇത്രയൊക്കെ ശക്തിയും ഇത്രയൊക്കെ ഉണ്ടാകുമ്പോൾ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഈ അസുരന്മാർ അമൃത തട്ടിക്കൊണ്ടുപോകുമോ?
കൊണ്ടുപോകുമോ? ഭഗവാനത് സൂക്ഷിക്കാനുള്ള കഴിവൊക്കെ അല്ലേ? ഇല്ല. ഇത്രയൊക്കെ കഴിവുണ്ട് എന്ന് ഭാഗവതത്തിൽ അവിടെയും ഇവിടെയും വേദങ്ങളിലൊക്കെ പറഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ കയ്യിൽ നിന്ന് അസുരന്മാരങ്ങനെ അമൃത് തട്ടിക്കൊണ്ടുപോകുമോ? കണ്ടിട്ട് വേണമെങ്കിൽ ചോദിക്കാൻ. അത് ഭഗവാൻ അനുവദിച്ചു കൊടുത്തിട്ടല്ലേ? അല്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഭഗവാൻ തരാം, നിങ്ങളത് തട്ടിക്കൊണ്ടുപോയിക്കോളി, എന്നിട്ട് വേണം എനിക്ക് പുതിയൊരു ലീലയുടെ കഥയാണ്. ഭഗവാൻ ഈ ലീലകളാടിയിട്ട് മതിയാവണില്ല. ആർക്ക്? അതൊക്കെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ്. തന്നെ മാത്രം ആശ്രയിക്കുന്ന ഈ ഭക്തന്മാർക്ക് വേണ്ടി ഇത്ര ലീലകളാടിയാലും മതിയാവില്ല. ഒരു ലീല കഴിഞ്ഞാൽ ഭഗവാൻ വിചാരിക്കും പോരാ, അവ രണ്ടാമത്തെ ലീലയാണ്. അപ്പോൾ ഭഗവാനൊന്നും പോരാ, അപ്പം എന്താ ചെയ്യുക? അപ്പം അടുത്ത ലീലയാണ്. അപ്പോൾ ഭഗവാൻ എന്താ വിചാരിക്കുക? പോരാ, എത്ര ലീലകളാടിയാലും മതിയാവാത്ത ഒരു ഈശ്വരനാണ് ആര്? ആ ഈശ്വരൻ്റെ കഥ കേൾക്കാൻ നിങ്ങൾ കൊണ്ട് വരണ്ടേ? അതാ പറഞ്ഞിവിടെ വന്നിരിക്കണം. അപ്പോൾ എത്ര ലീലകളാടിയാലും മതിയാവാത്ത ഭഗവാൻ ശരിക്കും അറിഞ്ഞുകൊണ്ടല്ലേ ആ അസുരന്മാരത് തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ എന്തായിരുന്നു ഭഗവാന്റെ ഉള്ളിലൊരാഗ്രഹം? മോഹിനിയായിട്ടൊരു വേഷം കെട്ടണമെന്ന്. അങ്ങനെ മോഹിനിയായിട്ട് വേഷം കെട്ടിയിട്ട് വേണം ആ മോഹിനിയുടെ അടുത്തേക്ക് ശിവൻ വരാൻ. എന്നിട്ട് വേണം കലിയുഗത്തിൽ വരാനിരിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ഭക്തകോടികൾക്ക്, ലക്ഷക്കണക്കിന് ഭക്തകോടികളോ അങ്ങനെയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയുള്ള എത്രയോ ഭക്തന്മാർക്ക് സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ വിളിക്കാനൊരു ഈശ്വരൻ ഉണ്ടാവണ്ടേ? ആ ഭഗവാന്റെ ചിന്ത എവിടേക്കൊക്കെ പോയി നോക്കൂ, ആലോചിച്ച് നോക്കൂ. ഭഗവാൻ ശരിക്കും ഒന്ന് അനുവദിച്ചു കൊടുത്തത് തന്നെയാണ്. എൻ്റെ കയ്യിൽ നിന്ന് അസുരന്മാരെ നിങ്ങൾ എന്ത് കൊണ്ടുപോയിക്കോളൂ, ഈ അമൃതിൻ്റെ പാത്രം കൊണ്ടുപോയിക്കോളൂ എന്ന് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ചെറിയൊരു ബുദ്ധിയിൽ എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇത്രയും ശക്തനായ ഭഗവാന്റെ കയ്യിൽ നിന്ന് ഈ നിസ്സാരന്മാരായ ഈ അസുരന്മാർക്ക് ഈ പാത്രം കൊണ്ടുപോകാൻ പറ്റുമോ? അപ്പോൾ ഭഗവാൻ എന്തെല്ലാം ദീർഘവീക്ഷണമായിട്ട് കണ്ടുല്ലേ. ഇനിയൊരു ധർമ്മശാസ്താവ് ഉണ്ടായി തീരണം, ആ ധർമ്മശാസ്താവിനെ എത്രയോ ഭക്തന്മാരിനി ഉപാസിക്കണം, അങ്ങനെ കലിയുഗ വരദനായിട്ട് ഭഗവാൻ തീരണം അല്ലേ? അങ്ങനെ എന്തെല്ലാമോ ഭഗവാൻ സങ്കല്പിച്ചു. ശങ്കരനാരായണൻ എന്ന് പറയുന്ന ഭഗവാന്റെ ഒരു പുതിയ രൂപം ഉണ്ടാവണം. ശങ്കരനാരായണ ക്ഷേത്രങ്ങളുണ്ട്. എവിടെ ഉണ്ട്? നമ്മുടെ ഭാരതത്തിൽ പല ഭാഗത്തും എന്തുണ്ട്? പകുതി ശങ്കരനും പകുതി നാരായണനും. അതിനാണ് എന്താ പറയുക? കേട്ടിട്ടില്ല? അങ്ങനെ ഒരു അമ്പലത്തിൽ ഇന്നേ വരെ പോയിട്ടില്ല. നമ്മുടെ ഭാരതത്തിൽ ഇഷ്ടംപോലെയുണ്ട്. അതായത് ആ ദേവനെ പൂജിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എൻ്റെ കൊണ്ട് പറ്റില്ല. അങ്ങനെ ഞാൻ പകുതി ശങ്കരനായിട്ട് പൂജിക്കണം, പകുതി നാരായണനായിട്ട്. മന്ത്രങ്ങളൊക്കെ എങ്ങനെയാണ്? ഈ ശങ്കരനാരായണൻ്റെ മന്ത്രങ്ങളൊക്കെ എങ്ങനെയാണ്? പകുതി ശങ്കരൻ്റെ മന്ത്രങ്ങളാണ്, പകുതി നാരായണൻ്റെ മന്ത്രമാണ്. ശങ്കരൻ പറഞ്ഞാരാ? ശിവൻ. നാരായണൻ പറഞ്ഞാരാ? മഹാവിഷ്ണു. ശിവൻ്റെ മന്ത്രം ചൊല്ലി ശിവനെ പൂജിക്കാൻ തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. മഹാവിഷ്ണുവിൻ്റെ മന്ത്രം ചൊല്ലി മഹാവിഷ്ണുവിനെ പൂജിക്കാൻ അതിലേറെ ബുദ്ധിമുട്ടാണ്. ഇത് ഈ മേശാന്തി എന്ത് ചെയ്യണമെന്നറിയോ? ശങ്കരനാരായണ ക്ഷേത്രത്തിലെ മേശാന്തി വലഞ്ഞതാണ്. എന്താ കാരണം? മന്ത്രം നേരാവണ്ണം ചൊല്ലാൻ നല്ല ബുദ്ധിമുട്ടാണ്. പകുതി ശങ്കരൻ്റെ മന്ത്രമാണ്, പകുതി നാരായണൻ്റെ മന്ത്രമാണ്. അപ്പോൾ ഇതൊക്കെ ഭഗവാൻ മനസ്സിൽ കണ്ടിട്ടാണ് ഭഗവാന്റെ കയ്യിൽ നിന്ന് അസുരന്മാർ എന്ത് കൊണ്ടുപോയത്? അമൃത് തട്ടിക്കൊണ്ടുപോയത്. എന്നിട്ട് ഭഗവാൻ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ദേവന്മാരെല്ലാവരും വന്ന് ഭഗവാനോട് ഭഗവാനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണേ, പ്രശ്നം ഉണ്ടാക്കുക, അതിന് പരിഹരിക്കാൻ നോക്കുക അല്ലേ? ഭഗവാൻ സൂത്രക്കാരനാണ്. അപ്പോൾ ദേവന്മാരൊക്കെ ഭഗവാനെ വന്നിട്ട് ആശ്രയിച്ചപ്പോൾ ഭഗവാനോട് അടുത്ത ലീല എന്താ? അടുത്ത ലീല ഏതസ്മിന്നന്തരേ വിഷ്ണു. ഈ അമൃത് കിട്ടിയ അസുരന്മാർ അമൃത് കഴിച്ചില്ല. അവരമൃത് കഴിച്ചോന്നില്ല. അവരിങ്ങനെ ഞാനാദ്യം എന്ന് പറഞ്ഞ് അവരിങ്ങനെ അമൃത് കഴിക്കാണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഭഗവാൻ എന്ത് ചെയ്തത്? നല്ലൊരു രൂപമെടുത്തു. അതായിരുന്നു ഭഗവാന്റെ മോഹിനി എന്ന് പറയുന്ന രൂപം. അങ്ങനെ മോഹിനിയായിട്ട് അവതരിച്ച ഭഗവാനെ കണ്ടപ്പോൾ അസുരന്മാരുടെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ട് വന്നു? മോഹിനിയിലേക്ക് വന്നു. എന്നിട്ട് പിന്നെ ആ മോഹിനി എന്ത് ചെയ്തു എന്നല്ലേ? മോഹിനി പറഞ്ഞു എനിക്കങ്ങനെ വിളമ്പാനൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവർക്കെല്ലാവർക്കും ഭഗവാനെ വിശ്വാസമായി. എന്നിട്ട് ആ അസുരന്മാർ അവരുടെ കയ്യിലുള്ള പാത്രം ആരുടെ കയ്യിലേക്ക് കൊടുത്തു? മോഹിനിയുടെ കയ്യിലേക്ക് കൊടുത്തു. മോഹിനി പറഞ്ഞ് എല്ലാവരും കുളിച്ചു വരണം. അങ്ങനെ എല്ലാവരും കുളിച്ചു വന്നു. പിന്നെ നല്ല പന്തലൊക്കെ കെട്ടാൻ പറഞ്ഞു. അങ്ങനെ ഗംഭീരമായ പന്തലൊക്കെ കെട്ടി അവിടെ പലതരത്തിലുള്ള അവിടെ തൂക്കിയിട്ട് കണ്ടില്ലേ, അതുപോലെ വിതാരങ്ങളൊക്കെ അലങ്കരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു ദേവന്മാരും അസുരന്മാരൊക്കെ വേറെ ഇരിക്കണം എന്ന് പറഞ്ഞു. ഒരു ഭാഗത്ത് അസുരന്മാരെ ഇരുത്തി, ഒരു ഭാഗത്ത് ദേവന്മാരെ ഇരുത്തി. ഈ മോഹിനി എന്ത് ചെയ്തു? ദേവന്മാരുടെ ഇടയിൽ ചെന്ന് എല്ലാ ദേവന്മാർക്കും ഭഗവാൻ ഇഷ്ടം പോലെ എന്ത് ചെയ്തു?
അമൃത് വിളമ്പിക്കൊടുത്തു. അസുരന്മാർക്കോ കൊടുത്തില്ല. അപ്പം ഇങ്ങനെ എത്രയോ ലീലകൾ ആടിയിരിക്കുന്ന ഈ ഭഗവാനെ നമ്മൾ എന്ത് ചെയ്യണം? എന്നും ഓർത്തിരിക്കണം എന്നർത്ഥം. അപ്പോൾ ഭഗവാനെ ഓർക്കാൻ ഒരുപാട് ലീലകളാണ് ഭഗവാൻ ഈ പാലാഴി മഥനത്തിനിടയ്ക്ക് ആടിയത് അല്ലേ. അപ്പോൾ തുടക്കം തൊട്ടേ പറഞ്ഞു ഭഗവാൻ എത്രയോ ലീലകൾ ആടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏതൊരു ഭഗവാനാണോ ഇങ്ങനെ പാലാഴി മഥനത്തിൻ്റെ ഇടയിൽ പലതരത്തിലുള്ള ലീലകളാടിയത്, ആ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ടാണ് ആ പാലാഴി മഥനം എന്ന് പറയുന്ന ആ ലീല പൂർണ്ണമാകുന്നത്.